സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. ഹര ഹര മഹാദേവ ഹര ഹര ശിവശങ്കര. എല്ലാവർക്കും നമസ്കാരം. എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രഭാഷണം നടത്തുന്ന പോലെയല്ല, നമ്മളുടെ മണ്ണിൽ വന്ന് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്. ഈ ചെമ്മലയിൽ ജനിച്ചു വളർന്ന് ആലക്കിലെ അമ്മയുടെ മുന്നിൽ ഭാഗവത വേദിയിലൂടെ, ചിലരൊക്കെ എന്നെ അറിയുണ്ടാവും, ചെമ്മല മഠത്തിലെ തങ്കം എന്ന് പറഞ്ഞ ആ ബാലകൃഷ്ണ പിഷാരടിയുടെ ഭാഗവത വേദിയിൽ ഒരു ഭാഗവതവും തുറന്നു വെച്ച് ഒരു +1 പഠിക്കുന്ന കുട്ടി ഇരുന്നിരുന്നു. ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു പാവാണിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട്. എല്ലാവരും ഉന്നത കുലജാതർ തന്നെ പറയാം. ആര്യൻ ഭട്ടേരിപ്പാടിനെ പോലുള്ള ഒരുപാട് വ്യക്തികൾ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച് ഇന്ന് ഉള്ള ഈ അവസ്ഥയിലെത്തി. ഇപ്പോൾ 21 വയസ്സിൽ പ്രഭാഷണം നമ്മുടെ വളപുരത്താണ് തുടങ്ങിയത്. പക്ഷെ പിന്നെ കല്യാണം കഴിഞ്ഞ് ഒരു ബ്രേക്കാണല്ലോ. അത് കഴിഞ്ഞിട്ട് മക്കളെ ഗീത പഠിപ്പിച്ചു. അവരെ ഗീത ചൊല്ലാൻ വേണ്ടി നടുവട്ടം ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി, ദേവകി കല്യാണ മണ്ഡപത്തിൽ. അവിടെ നിന്നാണ് എൻ്റെ റീസ്റ്റാർട്ടിങ്. അവിടെ ഒരു കുട്ടി പ്രഭാഷണം, ഒരു 15 മിനിറ്റ് ആ ഒരു ഊണിൻ്റെ ബ്രേക്കിന്. അവിടെ നിന്നും ഹയർ സെക്കൻഡറിയിൽ എടപ്പല സ്കൂളിലെ ഭഗവൻദാസ് സാർ വിളിച്ച് ഇപ്പോൾ 150ഓളം സ്റ്റേജ് കഴിഞ്ഞു. ഏതായാലും മഹാദേവന് നന്ദി. നിങ്ങളുടെ ഈ ദേശത്തിൻ്റെ പേര് തന്നെ കുരുവമ്പലം. ആ പേരിൽ തന്നെ ഉണ്ട് ഒരമ്പലം അല്ലേ, കുരുവമ്പലം. ആരും അങ്ങനെ അങ്ങോട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. നമ്മുടെ ദേശം അറിയപ്പെടുന്നത് ഒരമ്പലത്തിൻ്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. എല്ലാ സ്ഥലത്തിനൊന്നും അങ്ങനത്തെ പേര് വരില്ല. അതെന്തുകൊണ്ടായിരിക്കാം? വരുന്ന വഴിക്ക് കണ്ടു ഒരു വിഷ്ണു ക്ഷേത്രം. ഇവിടെ വന്നപ്പോഴോ മഹാക്ഷേത്രം തന്നെയാ. എത്ര ഉയരത്തിലാ പ്രതിഷ്ഠ വെച്ചിരിക്കണേ. മഹാദേവൻ സ്വയംഭുവായി അവിടെ ഗംഗാതീർത്ഥം ഇങ്ങനെ ഒഴുകി കുളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വരാ. ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നിട്ട് അത് കാണുക, അവിടെ ഒന്ന് നമിക്കുക. എത്രയോ ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇത് സാധിക്കൂ. ഒരു ടീച്ചറായി പോയി കഴിഞ്ഞാൽ ഇപ്പം കിട്ടുന്ന ഈ ബഹുമാനം അത്രയൊന്നും കിട്ടില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പ് കുട്ടികൾ നമ്മളെ അറിയും. എവിടുന്നെങ്കിലുമൊക്കെ ഹേമ ടീച്ചർ പറഞ്ഞതുപോലെ ടീച്ചറേന്ന് വിളിച്ചിട്ട് ഓടി വരും. പക്ഷെ ആ മേഖലയിൽ 16 വർഷം നിന്നതിലും സന്തോഷം. ഒരുപാട് ഒരു അനുഭൂതിയാണ് ആത്മീയമായ മേഖലയിലൂടെ പോകുമ്പോൾ. ഇന്ന് ശിവപുരാണം പറയാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ എല്ലാ വർഷവും പ്രഭാഷണം ഉണ്ടോയെന്ന് അറിയില്ല. അതിനു മുമ്പായിട്ട് ആധ്യാത്മികമായ അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ അറിയണം. ആരാണ് ശിവൻ? ഇവിടെ നിങ്ങൾ പേരെന്നെ വെച്ചിരിക്കുന്നത് സന്തോഷമായി. കുരുവമ്പലം ശിവക്ഷേത്രം എന്ന് തന്നെയാണ്. മഹാക്ഷേത്രം, മഹാദേവക്ഷേത്രം എന്നൊക്കെ നമ്മൾ വെക്കാറുണ്ട്. എന്തുകൊണ്ടേ അവിടെ ശിവൻ എന്ന് വെച്ചത്? ആരാണ് ശിവൻ? കുട്ടിയെ ചെറിയ കുട്ടിയായി വളർത്തിക്കൊണ്ട് വന്ന് അക്ഷരം പഠിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ ചമ്മണം പടിഞ്ഞിരുത്തി സന്ധ്യാസമയത്ത് നാമം ചൊല്ലിക്കൊടുക്കും. ആ സമയത്ത് നാമം ജപിക്കാനിരിക്കുമ്പോൾ അമ്മ കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന മഹാമന്ത്രമാണ് ഓം നമഃ ശിവായ. ഇവിടെ വന്നു കഴിഞ്ഞാൽ
എന്താണ് ഈ പഞ്ചാക്ഷരി മന്ത്രം എന്ന് അറിഞ്ഞ് ജപിക്കുക. കാരണം അറിഞ്ഞ് ആരാധിക്കുമ്പോൾ ആ ആരാധനയ്ക്ക് ഒരു ശക്തി കൂടും. ഇവിടെ വരുമ്പോൾ ശിവൻ ആരാണ്, ശിവൻ കുട്ടി ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ ശിവലിംഗത്തിന്റെ രൂപത്തില് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് അറിയണം. ആരാണ് ശിവൻ? ആദിദേവനായ മഹാദേവനാണ് ശിവൻ. എന്ത് അങ്ങനെ പറയുന്നേ? ഇപ്പൊ ഇവിടെ പ്രദക്ഷിണ വെച്ചു. നമ്മുടെ സന്ധ്യക്ക് ദീപാരാധന കഴിഞ്ഞപ്പോ എന്തേ മുക്കാ പ്രദക്ഷിണം വെച്ചത്? ഒറ്റ പ്രദക്ഷിണം അങ്ങോട്ട് പോയി വെക്കായിരുന്നില്ലേ? മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും പൂർണ്ണ പ്രദക്ഷിണം ചെയ്യുമ്പോ ആദിദേവനായ മഹാദേവന് മുക്കാൽ പ്രദക്ഷിണേ വെക്കുന്നുള്ളൂ. കാരണം ഇത്രയും കാര്യത്തിന് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞതാ. മഹാദേവൻ ഈ പ്രപഞ്ചം സൃഷ്ടി നടത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താന്ത്രിക വിധി പ്രകാരം മഹാദേവന്റെ സ്ഥാനം ഏറ്റവും ഉയരങ്ങളിലാണ്. ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ആദിദേവനാ. മഹാദേവൻ അപ്പൊ മുക്കാ പ്രദക്ഷിണം മതി. പ്രദക്ഷിണം ചെയ്യുമ്പോ എന്താ സംഭവിക്കണേ? നമ്മളങ്ങനെ കൂപ്പുകൈകളോടെ നിൽക്കുമ്പോ ഈ വിരലുകൾ അങ്ങനെ ചേർത്ത് താമരപ്പൂ പോലെ വെച്ച് തൊഴുതു നിൽക്കുമ്പോ ഈ വിരലുകൾ കൂട്ടി ഉരുമുന്ന സമയത്ത് തലച്ചോറിനുള്ളിലെ പ്രാണോർജം ശരീരം ആസകലം അങ്ങനെ പ്രവഹിക്കും. അതേസമയം നമ്മളുടെ കുണ്ടലിനി ശക്തി എന്ന് പറയും. യോഗയൊക്കെ പഠിക്കുമ്പോൾ 6 ആധാര ചക്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. കുണ്ടലിനി ശക്തി ബാക്ക് സൈഡിൽ നിന്നും ഉണർന്ന് നട്ടെല്ലിലൂടെ ഈ 6 ആധാര ചക്രങ്ങൾ കടന്ന് സഹസ്രാര പത്മത്തിലേക്ക് ഉയരും. ആര്? നമ്മുടെ ജീവൻ. അതുകൊണ്ടാണ് മുത്തശ്ശി പാടിത്തരുന്നത്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. ഏതാണ് ഈ പടിയാറ് എന്ന് കുട്ടിയാകുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും. അത് തന്നെയാണ് എന്ത്? ഈ 6 ആധാര ചക്രങ്ങൾ കടന്ന് നമ്മളുടെ ജീവൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് വരുന്നു. ഇനിയും മുകളിലേക്ക് പോയാലോ ശുക്ലം പൊട്ടിയിട്ട് ജീവൻ അങ്ങോട്ട് മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് മുക്കാ പ്രദക്ഷിണ ആവുമ്പോഴേക്ക് ഈ പ്രോസസ്സ് പൂർത്തിയാവും. മറ്റു ക്ഷേത്രങ്ങളില് ഒരു പ്രദക്ഷിണം പൂർണ്ണമാവുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇവിടെ മഹാദേവന് മുന്നിൽ ഒരു മുക്കാൽ പ്രദക്ഷിണം എത്തുമ്പോൾ അത് പൂർത്തിയാവും. അതുകൊണ്ടാണ് പ്രദക്ഷിണം തിരിച്ച് എന്നവിടെ എഴുതി വെക്കുന്നത്. മഹാദേവ ക്ഷേത്രം ഒരു യജ്ഞശാലയ്ക്ക് തുല്യമാണ്. ഇവിടെ പ്രദക്ഷിണം ചെയ്യുന്നത് സവ്യാപസവ്യം ആയിട്ടാ. എന്താ സവ്യാപസവ്യം എന്ന് പറഞ്ഞ? സവ്യം അപസവ്യം. പ്രദക്ഷിണമായിട്ട് ആദ്യവും പിന്നീട് അപ്രദക്ഷിണമായിട്ടും. അതാണ് സവ്യാപസവ്യം. ശിവാഗമ ചൂടാമണി എന്ന ഗ്രന്ഥം എടുത്തു വെച്ചാല് അതിൽ പറയുന്നുണ്ട്, സോമസൂത്രം ന ലംഘയേ. സോമസൂത്രം ലംഘിച്ച് കടക്കരുത്. അതുകൊണ്ടാണ് മുക്കാൽ പ്രദക്ഷിണം. ശിവന് 3 പ്രദക്ഷിണാണ് ചെയ്യുക എങ്കിൽ വിഷ്ണുവിന്റെ അടുത്ത് പോയാൽ 4 പ്രദക്ഷിണം, ഭഗവതിക്കും 4 പ്രദക്ഷിണം, 5 അയ്യപ്പന്, 6 അറുമുഖന്, 7 അരയാൽ വൃക്ഷത്തിന്. ഇതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട് കേട്ടോ. ഇനി ശിവന്റെ ഉൽപ്പത്തി. ശിവപുരാണ പ്രകാരം മഹാദേവൻ ആദ്യം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ? പ്രത്യക്ഷമായ ആദ്യത്തെ ദേവൻ മഹാദേവനാ. എവിടുന്നാ പ്രത്യക്ഷമാകുന്നത്? നമ്മളിൽ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ജീവനാണ് ജീവാത്മാവ്. ഈ ജീവാത്മാവ് രൂപം കൊള്ളുന്നത് പരമാത്മാവിൽ നിന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്. ആ പരമാത്മാവിൽ നിന്നും ആദ്യമായി പ്രത്യക്ഷമായ രൂപമാണ് ശിവന്റെ രൂപം. അതുകൊണ്ടാണ് ശിവൻ ഒന്നേ ഉള്ളൂ, രുദ്രൻ പലതുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ശിവരാത്രി വരുമ്പോ പണ്ടൊക്കെ ആയിരുന്നു പലതരം കളർഫുൾ പരിപാടികളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ വിളി വരും, ടീച്ചറെ നമുക്ക് രുദ്രൻ അങ്ങോട്ട് ജപിക്കല്ലേ. രുദ്രൻ തന്നെ അതിരുദ്രം മഹാരുദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തരത്തിൽ നമുക്ക് ചൊല്ലാം. രുദ്രം എന്ന് പറയുന്നത് വേദത്തിന്റെ ഭാഗമാണ്. വേദത്തിലുള്ള രുദ്രം ഹര ഹര മഹാദേവ, ഹര ഹര ശിവശങ്കര, ഹരത്യജ്ഞാനാന്തകാരമിതി ഹര, ഹര ഹര മഹാദേവ, ഹര ഹര ശിവശങ്കര, നമ പാർവതീപതയേ നമ, ഹരേ നാരായണ. ഗാനമേളയ്ക്ക് തകർച്ചയൊന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ഭക്തി പ്രഭാഷണം എന്ന് പറഞ്ഞാലേ പണ്ടത്തെ യുഗങ്ങളിലെ, കഴിഞ്ഞ 4 യുഗങ്ങളിലെ, ഇത് 4ാമത്തെ യുഗം, കൃതം ത്രേതം ദ്വാപരം കലി, ആദ്യത്തെ യുഗങ്ങളിലെയൊക്കെ വലിയ വലിയ യജ്ഞങ്ങൾ, ദാനം, തപസ്,
കഠിനമായ തപസ്, അശ്വമേധയാഗം, അതിനൊക്കെ തുല്യമായതാണത്രേ ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. അപ്പം അത് വർഷങ്ങളായിട്ട് ഇവിടെ ഭക്തിപ്രഭാഷണം ഇല്ലേ, അറിയില്ല, ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ. എന്താണോ, ഒരു ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എന്ന് പറയുമ്പോൾ 5 കാര്യങ്ങളാണ്. അതിലാദ്യം വേണ്ടത് എന്താ? ജ്ഞാനയജ്ഞ. ആചാര്യ തപസാംനായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധി പഞ്ചത. അതാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. ആദ്യം വേണ്ടത് ആരാ? ആചാര്യനാണ്. നമുക്ക് ഹൈന്ദവർക്ക് ഇല്ലാതെ പോയതും അത് തന്നെയാ. ജ്ഞാനയജ്ഞം നടത്തുമ്പോൾ ഭഗവാൻ അത്രയും സന്തോഷിക്കൂത്രേ. പ്രത്യേകിച്ച് മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ദുരിതം ഇങ്ങനെ തീർന്ന് വന്നാൽ മാത്രമാണത്രേ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു സത്സംഗം വെക്കാന്ന് തോന്നുള്ളൂ. പല കളികളും ഉണ്ടായില്ലേ, ഞാൻ വായിച്ചു നോട്ടീസിൽ. ശിവരാത്രിക്ക് ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഇതുപോലത്തെ ഒരു പരിപാടി വെക്കണം എന്ന് ഇത്ര കാലം തോന്നിയില്ലാലോ. ദുരിതം തീരാത്തോണ്ടാ, നിങ്ങളുടെ കുറ്റല്ല. കാരണം മഹാദേവന്റെ മുന്നിൽ പോയി ഒരുപാട് വ്യക്തികൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, ഭഗവാനെ എനിക്ക് ലൗകികരെന്താ ആഗ്രഹിക്കുക, അത് വേണം ഇത് വേണം, എന്തൊക്കെ അവിടെ പോയി പ്രാർത്ഥിക്കുക. ഈ ലൗകികമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന കൂട്ടത്തില് ഭഗവാന്റെ ആ കരുണാമയനാണ് മഹാദേവൻ ശംഭു. ആ ഭഗവാൻ കരുണ കാരണം നമ്മളോട് അങ്ങനെ പറയൂത്രേ, എനിക്ക് ഇത്തിരി ഭക്തി വേണമെന്ന് പ്രാർത്ഥിക്കാൻ തോന്നും, ആ ഭക്തിയിലൂടെ എനിക്ക് മോക്ഷം വേണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നൂന്ന് നമുക്ക് മനസ്സിൽ തോന്നിപ്പിക്കൂത്രേ. മനസ്സിലല്ലേ ഇതെല്ലാം? ആഗ്രഹം ഉണ്ടാവണം, എങ്കിലേ എന്തും നടക്കൂ. അങ്ങനെ തോന്നി വന്നതുകൊണ്ട്, അതായത് ദുരിതം തീർന്നു എന്ന് കൂട്ടിക്കോളൂ. ആലക്കിലൊക്കെ ഇപ്പൊ എന്ന് തുടങ്ങിയതല്ലേ, നമ്മൾ ഇത്രയും ദൂരല്ലേ ഉള്ളൂ, പൂരത്തിനൊക്കെ കേമായിട്ട് പോകാറില്ലേ, ഇപ്പോഴല്ലേ തോന്നിയത്. ഇവിടെ ഗംഭീര നാരായണീയക്കാരൊക്കെ ഉണ്ട് അല്ലേ, ഉഷ ചേച്ചിയൊക്കെ അവിടെ വന്ന് നാരായണീയം വായിക്കാറുണ്ട്. ഏതായാലും പറഞ്ഞു വന്നത്, ശിവൻ ഉയരങ്ങളിൽ നിൽക്കുന്നു. ആ ശിവന്റെ തന്നെ 11, അതായത് വിഷ്ണുവിന് 10 അവതാരങ്ങൾ എന്ന് പറയില്ലേ, അതുപോലെ ഏകാദശ രുദ്രന്മാർ, ശിവന്റെ 11 രുദ്രാവതാരങ്ങളാണ് മറ്റെല്ലാ പേരുകളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭജിക്കുക. ഈ രുദ്രം ജപിക്കാൻ വിളിച്ചാലേ, വേദം ജപിക്കുന്നവർക്കറിയാം, നമുക്ക് വല്ലാത്തൊരു സന്തോഷ. കാരണം രുദ്രൻ ജനിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ മഹാദേവൻ ഞാൻ പറഞ്ഞു ശിവനായിട്ട് വരുന്നത് നേരിട്ട് പരബ്രഹ്മത്തിൽ നിന്ന് തന്നെ പ്രത്യക്ഷമായതാണ്, ആദിദേവനാണ്. ഈ ആദിദേവനായ മഹാദേവന് ശേഷമാണ് ആരുണ്ടാകുന്നത്? നാരായണൻ, അതായത് വിഷ്ണുവിന്റെ രൂപം. പ്രകൃതിയും പുരുഷനുമായിട്ട് കാണപ്പെട്ടു. ഈ പ്രകൃതിയും പുരുഷനും ചേർന്നാലേ സൃഷ്ടി നടക്കൂ. ഈ പ്രകൃതിയും പുരുഷനുമാണ് നാരായണനും നാരായണിയുമായി നിലകൊള്ളുന്നത്. പ്രകൃതിയും പുരുഷനും ചേർന്ന് സൃഷ്ടി നടത്താൻ വേണ്ടി എന്ത് ചെയ്യാണ്? സൃഷ്ടി ഒരാളെ ഡ്യൂട്ടി ഏൽപ്പിക്കണമല്ലോ. ഇവിടെ മഹാദേവന്റെ പ്രതിഷ്ഠ നമ്മൾ തിരുമേനിമാരകത്ത് കയറുമ്പോൾ മാത്രമാണ് കാണുക. പുറത്തേക്ക് നമുക്ക് ആ ഒരു ഓവ് മാത്രമേ കാണുന്നുള്ളൂ. ആ പീഠത്തിന്റെ സുഷിരത്തിലേക്ക് ശിവലിംഗത്തിന്റെ ആകൃതി നോക്കൂ, ഒരു ഓവൽ ഷേപ്പല്ലേ. ഈ ബ്രഹ്മാണ്ടത്തിന്റെ ഷേപ്പാ. ഈ ബ്രഹ്മാണ്ടത്തിന്റെ എനർജി മുഴുവൻ നിറച്ചു വെച്ചിരിക്കുന്നത് ശിവലിംഗത്തിലാ. ഈ ലോകത്തിലുള്ള 446 അറ്റോമിക് റിയാക്ടറുകളുടെയും രൂപം ഈ ശിവലിംഗത്തിന്റെ പോലെയാ. അത്രയും എനർജിയാണ് അതിനുള്ളില്. ആ എനർജി പുറത്തേക്ക് അങ്ങനെ ഒഴുകുന്ന പറയാ ഓവിലൂടെ. അതുകൊണ്ടുകൂടിയാണ് സോമസൂത്രം നലങ്കയേത് എന്ന് പറയുന്നത്. ഇനി ഈ ശിവലിംഗം ആ ഭഗവതിയാകുന്ന യോനി പീഠത്തിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുക. അപ്പോഴാണ് പ്രപഞ്ചത്തിൽ ക്രിയേഷൻ, സൃഷ്ടി നടക്കുന്നത്. അതിനു വേണ്ടിയാണ് അതങ്ങനെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്, ശിവലിംഗമായി വെച്ചിരിക്കുന്നത്. ഇവിടെ ശിവനിൽ നിന്നും ആര് പ്രത്യക്ഷമായി? നാരായണനും നാരായണിയും. അതാണ് പ്രകൃതിയും പുരുഷനും. സൃഷ്ടി നടത്തണം, അതിനുവേണ്ടി ബ്രഹ്മദേവൻ, അത് പിന്നെ ഭാഗവതക്കാരാ, നിങ്ങളെല്ലാവരും ഭാഗവതം കേമായി പോയി കേട്ടിട്ടുണ്ട്, അതൊന്നും ഇനി പറഞ്ഞു തരണ്ട. പിന്നെ ഒരുപാട് നവാഹങ്ങളും ഇപ്പൊ കേട്ടൂലേ, അതുകൊണ്ട് ആ കഥകൾ അറിയാം. ബ്രഹ്മദേവൻ വിഷ്ണുവിന്റെ നാഭികമലത്തിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ എവിടുന്നാ വന്നേന്നൊന്നും ബ്രഹ്മാവിനെ അറിയില്ല. അപ്പോ തപസ് ചെയ്തു. അങ്ങനെ ഈ താമരത്തണ്ടിലൂടെ താഴെ വന്നു എന്നൊക്കെ കഥ വായിച്ചിട്ടുണ്ടാവും. ഈ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ പറയുന്നത് സൃഷ്ടി നടത്തൂ. അങ്ങനെ സൃഷ്ടി ആർക്ക് കിട്ടി? ബ്രഹ്മദേവനും. സ്ഥിതി പരിപാലനം വിഷ്ണുവിനും, സംഹാരം ശിവനും.
ചെറുപ്പം മുതലേ വിഷ്ണു ക്ഷേത്രം, ഗുരുവായൂർ പോവാ, കേമായില്ലേ, സന്തോഷമായി. അല്ലെങ്കിൽ ഭഗവതിക്ക് പൂരം, അതെ സന്തോഷമായി, തട്ടകത്തിലെ അമ്മ എന്ന് പറയുമ്പോൾ മഹാദേവന്റെ അടുത്തേക്ക് വരുമ്പോ എന്താ, സൃഷ്ടി സ്ഥിതി സംഹാരം, അത്ര അങ്ങടെ അടുത്ത് കളിക്കേണ്ട സംഹാരമൂർത്തിയാണ്. പക്ഷേ നമ്മളെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത് ആരുടെ അടുത്തേക്കാണെന്നറിയോ? ആദിദേവനായ ആ മഹാദേവന്റെ അടുത്തേക്കാ. അദ്ദേഹത്തിന്റെ രൂപം തന്നെ എന്താ, ചൊടലാ ഭസ്മധാര്യ, ഭസ്മാണ് സന്ധ്യാകുമ്പോ ശിവക്ഷേത്രങ്ങളിൽ കൊടുക്കുക. ദീപാരാധന കഴിഞ്ഞപ്പോൾ ചന്ദനം കിട്ടി, ഇനി അതിന് നിങ്ങളാരും ക്രിട്ടിസൈസ് ചെയ്യണ്ട കേട്ടോ. സന്ധ്യയാകുമ്പോ ഭസ്മം തൊടുന്നതിന്റെ തത്വം എന്താ, ചെറുതാവുമ്പോ കുട്ടികള് നമശിവായ തൊടണ്ടേ മുത്തശ്ശി എന്നാ ചോദിക്കുക. നമശിവായ എന്നാ ഭസ്മത്തിന്റെ പേരെന്നെ ഞാനൊക്കെ പറഞ്ഞിരുന്നു എൻ്റെ മോളൊക്കെ. കാരണം നമശിവായ മന്ത്രത്തോടു കൂടി എങ്ങനെയാ ഭസ്മം ധരിക്കുക, ത്രിപുണ്ഡ്രമായി ധരിക്കണം എന്നാ. 3 വരെയല്ലേ മഹാദേവന്റെ നെറ്റിയിലെ, 3 എന്താ പ്രതിനിധീകരിക്കണേ, താപത്രയ വിനാശായ. ഇനി മുഴുവൻ ശ്ലോകം ചൊല്ലുന്നില്ല, സമയം കുറവല്ലേ. അതായത് ഭാഗവതം തുടങ്ങുമ്പോ തന്നെ പറയുന്നു താപത്രയങ്ങളെ നശിപ്പിക്കുന്ന, നമ്മുടെ താപത്രയങ്ങളെയാണ് ഈ കാണിക്കുന്നത്. 3 ദുഃഖം എത്ര മനുഷ്യനുള്ളൂ. ഏതൊക്കെയാ 3 ദുഃഖങ്ങളെ? ഒന്ന് നമ്മുടെ ശരീരത്തെ ഓർത്തുള്ള ദുഃഖം, നമ്മളെ സ്വന്തം കുറിച്ച്. പിന്നെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം. പിന്നെ നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം. ഇതാണ് ഈ താപത്രയങ്ങൾ. ഇത് 3 കഴിഞ്ഞാലോ ആ പുറന്തോട് പൊട്ടിച്ച് പതുക്കെ ഇങ്ങോട്ട് ഈ സ്റ്റെപ്പ് കയറി മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരും. ഇപ്പൊ വീട്ടിലിരിക്കുകയാണെങ്കിലോ ഗൃഹാന്തകൂപേ പതിതു യഥാ പശു, അങ്ങനെ തോട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കൂലേ. ഇപ്പൊ ഈ ശാന്തമായ അന്തരീക്ഷത്തില് സന്ധ്യാസമയത്ത് മഹാദേവന്റെ ക്ഷേത്രത്തിലെ സന്ധ്യാസമയത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ പ്രദോഷം ഇവിടെ ആഘോഷിക്കാറുണ്ടോ? പ്രദോഷം കേമ ഇവിടെ മോതിരം പറ്റിയൊക്കെ തുടങ്ങി, അന്നൊരു പ്രഭാഷണമൊക്കെ നടത്തി. അവിടെ ഒരു ദേവപ്രശ്നം കഴിഞ്ഞപ്പോൾ പണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് ഏകാദശി നോൽക്കാറുണ്ടല്ലോ. വിഷ്ണുവിനാണ് ഏകാദശി, പൗർണമിയാണ് ഭഗവതിക്ക്, മഹാദേവന് പ്രദോഷം. എല്ലാ ദോഷങ്ങളെയും തീർക്കാൻ എന്തിന് കഴിവുണ്ട്? പ്രദോഷം. ഏറ്റവും ലളിതമായതാണ് പ്രദോഷം. പ്രദോഷം എന്ന് പറഞ്ഞാല് ഏകാദശി കഴിഞ്ഞ് ത്രയോദശി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് പ്രദോഷം. ഈ പ്രദോഷത്തിന്റെ അന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ സങ്കല്പമൊക്കെ വെച്ച് തുളസി തീർത്തൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ തലേ ദിവസം ബില്ലു വൃക്ഷത്തിന്റെ ഇല, അതായത് കൂളത്തില ഓടിന്റെ ഓടമുണ്ട്, ചെമ്പിന്റെ ഒക്കെ ഓടം, അതിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് സേവിക്കും. എന്നിട്ട് ശുദ്ധമായിട്ട് ഭക്ഷണം മാറ്റൽ മാത്രമല്ല കേട്ടോ, നമ്മൾ എന്തൊക്കെ ജപിക്കണു, എത്ര ക്ഷേത്രം സന്ദർശിക്കണു, അതാണ് എല്ലാ വ്രതങ്ങളുടെയും പിന്നിലിരിക്കുന്ന കാര്യം. അല്ലാതെ ഭക്ഷണം മാറ്റിയ നോർത്ത് ഇന്ത്യൻസിന് എന്നും ഏകാദശിയാ, അവര് ഗോതമ്പല്ലേ കഴിക്കണേ, അങ്ങനെയല്ല. കുറച്ച് കുറയ്ക്കുക, അല്ലാതെ നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുക എന്നാണ് ഉദ്ദേശം. ഇങ്ങനെ ഈ പ്രദോഷത്തിന്റെ അന്ന് വൈകുന്നേരം, പ്രഭാതം മുതൽ പ്രദോഷം എന്നല്ലേ പറയുക, വൈകുന്നേരം നിങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങോട്ട് വന്ന പ്രദോഷമൊക്കെ നോറ്റ് ഒരു ശിവസഹസ്രനാമം അതിവിടെ ചെയ്തൂലേ, അർച്ചന ചെയ്തില്ലേ, ശിവസഹസ്രനാമമൊക്കെ ജപിച്ച് ഇവിടെ അകത്ത് കയറി തൊഴുത് ആ ദീപാരാധന കഴിയുമ്പോൾ ഒരു 5:45 മുതൽ സന്ധ്യ കഴിയോളം മഹാദേവനും ശ്രീ പാർവതി ദേവിയും വളരെ സന്തോഷത്തിലാണ് പ്രദോഷത്തിന്. കാരണം പ്രദോഷത്തിന്റെ അന്ന് സന്ധ്യയ്ക്ക് മഹാദേവൻ ശ്രീ പാർവതി ദേവിയോട് കൂടി ഈ തിരുമുറ്റത്ത് വന്ന് നൃത്തമാടുന്ന, എല്ലാ ആർട്ടുകളുടെയും ദൈവം, ഗോഡ് ഓഫ് ആർട്സ്, ഗോഡ് ഓഫ് മെഡിറ്റേഷൻ, ഗോഡ് ഓഫ് യോഗയുടെ ധ്യാനം, മെഡിറ്റേഷന്റെ എല്ലാ കലകളുടെയും ഗോഡ്, ദൈവം എന്ന് പറയുന്നത് നടരാജനാണ്. ആര്? മഹാദേവൻ ശ്രീ പാർവതി ദേവിയോടുകൂടി പ്രദോഷ സന്ധ്യയ്ക്ക് തിരുമുറ്റത്തിറങ്ങി നൃത്തമാടുന്ന ആ സമയത്ത് പ്രദോഷം ജപമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നോമ്പ് നോറ്റിരിക്കുന്ന ഭക്തജനങ്ങൾ അതങ്ങനെ കാണുക. നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, നമ്മുടെ കണ്ണിന് ഗോചരമല്ലാത്ത പലതും ഉണ്ട്. സന്ധ്യ സമയത്ത് ഇവിടെ വന്നു, അത് കഴിഞ്ഞ് പുറത്തു കൂടെ പ്രദക്ഷിണം പോകുമ്പോ മഹാദേവൻ നോക്കുത്രേ. ഈ മഹാദേവന്റെ മാത്രല്ല, മഹാദേവന്റെ ആ താണ്ഡവം കാണാൻ സർവ്വദേവദേവന്മാരും ദേവിമാരും ഇവിടെ എത്തുന്ന ആ സമയത്ത് വന്ന് തൊഴുതാൽ എന്താ ഗുണം? സകല ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങൾക്കൊരു മാതൃസമിതിയൊക്കെ ഉണ്ടല്ലോ, മാസത്തിൽ 2 പ്രദോഷം വരും. വെളുത്ത വാവിന്റെ പ്രദോഷം എങ്കിലും ഒന്ന് ആഘോഷിക്കുക. ഒന്നും വേണ്ട, ദീപാരാധന കഴിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യുക, ശിവസഹസ്രനാമം ഒരു കൂട്ടായ്മയോടുകൂടി ഒരു 108 അർച്ചന, അഷ്ടോത്തരം വിളക്ക് വെച്ച് അർച്ചിക്കുക വെച്ചാൽ അതിനും വലിയ ഒരു പുണ്യം വേറില്ല. കൈ കിട്ടിയത് എന്തിനാ? നിൻ പൂജ ചെയ്യാത്ത കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ കണ്ണാ, കയ്യെന്തിനാ
ഈ ജന്മം കിട്ടിയിട്ട് ഒരു തുളസിയില, ഒരു വില്ലുവൃക്ഷം, ഒരു തെച്ചിപ്പൂവെങ്കിലും അറുത്തെടുത്ത് നാമജപത്തോടുകൂടി അറുത്തെടുത്ത് ഇങ്ങനെ ആ വിളക്കിന് മുന്നിലേക്ക് തിരുമേനി ഇടുന്ന് കണ്ടിട്ടുണ്ടോ? എന്ത് ബഹുമാനപൂർവ്വമാണ് ആ തളികയിൽ നിന്നുള്ളി ഇങ്ങനെ അർച്ചിക്കുക. ഓം ശിവായ നമഃ, ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം എവിടെ വരുന്നത്? അങ്ങോട്ട് വരാൻ പറഞ്ഞു പോയില്ലേ? ശ്രീ രുദ്രചക്രം സ്തോത്രത്തിലാ വരുന്നത്. അതായത് രുദ്രത്തില് വരുന്ന മഹാമന്ത്രമാണ് ഓം നമ ശിവായ. അപ്പൊ മന്ത്രം അറിയില്ല എന്ന് പറയണ്ട. മന്ത്രത്തിന്റെ പ്രത്യേകത എന്താ? മനനേന ത്രായതേ ഇതി മന്ത്ര. മന്ത്രം നമ്മൾ ചൊല്ലും തോറും നമ്മളെ ഉയർത്താനുള്ള കഴിവ് മന്ത്രത്തിനുണ്ട്. നമ്മളുടെ ഹൈന്ദവന്റെ സന്ധ്യാവന്ദന മന്ത്രം ഗായത്രിയാണ്. 4 വേദം തുടങ്ങുമ്പോഴും ആചാര്യൻ നമ്മളെ ആദ്യം പഠിപ്പിക്കുക ഗായത്രി മന്ത്രമാണ്. ഈ ഗായത്രി അങ്ങനെ ജപിക്കുക. എത്ര തവണ ജപിക്കണം? മിനിമം 21 തവണ ഗായത്രി ജപിക്കണം. ഇനി ഗായത്രി സ്വരിച്ചൊന്നും ചൊല്ലാൻ അറിയില്ല, തെറ്റിപ്പോവോ അല്ലെ, ദിയോ യോന, അവിടെയാണ് എല്ലാവർക്കും പ്രശ്നം. അത് ഇല്ലാന്നാവില്ലേ, പ്രചോദിപ്പിക്കില്ലല്ലോ, ടീച്ചറെ ചൊല്ലണ്ടല്ലോ, പഠിച്ചിട്ടില്ലെങ്കിൽ ചൊല്ലണ്ട. അത് സ്വരിതം ഉദാത്തം അനുദാത്തം ഒക്കെ ചേർത്ത് തന്നെ ചൊല്ലണം. പക്ഷേ ഒരു നിയമവും നോക്കണ്ടാത്ത മന്ത്രമാണ് എന്ത്? ഓം നമ ശിവായ. ഇവിടെ വന്നാൽ അത് നിർബന്ധപൂർവം വെറുതെ ഇങ്ങനെ തൊഴുത് നിന്നാ പോരാ. ഈ നാവ് കിട്ടിയിരിക്കുന്നത് നാമം ജപിക്കാനാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓം നമ ശിവായ എന്ന ശിവ പഞ്ചാക്ഷരി മന്ത്രത്തോടുകൂടി പ്രദക്ഷിണം ചെയ്യുക. ഇനി നമശിവായ എന്താ കാണിക്കുന്നത്? ഇവിടെ വന്ന് നിന്നാൽ എന്താണ് നമ്മൾ ധ്യാനിക്കേണ്ടത്? ധ്യേയ പഞ്ചമുഖോ രുദ്ര. രുദ്രനെ 5 മുഖങ്ങളുള്ള രുദ്രനായിട്ട് കാണണം. നമ്മൾ ഇത്ര കാലമായിട്ട് കണ്ടുണ്ടോ? ശിവലിംഗത്തിക്ക് ഒന്ന് നോക്കും, ഒന്ന് തൊഴും, ദേ അല്ലെ ഭയങ്കര തിരക്കാ. ഓട്ടപ്രദക്ഷിണ അരുതേന്നാ, എണ്ണയേന്തിയവനെ പോലെ ഗർഭിണിയെ പോലെ സാവകാശം പോണെന്നാ. ഉറവ് കടവുന്ന് ഞാൻ അറിയുന്ന തിരുമേനി ആമോദനം പറ്റിയെന്ന് പരിചയപ്പെട്ടതാ. നന്നായിട്ട് ചൊല്ലുണ്ടായിരുന്നു. ആ സുഖിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോവുക. അത് നിന്നപ്പോൾ പിന്നെ പ്രശ്നമായി. അയ്യോ എൻ്റെ സമയമായല്ലോ, അവിടുന്ന് ഓടി കയറി വരിക. എന്തൊരു സുഖാസന്ധിക്ക് ആ ജപം ഇങ്ങനെ, ആ അഷ്ടപതി ഇങ്ങനെ കേൾക്കുമ്പോൾ ഓരോരുത്തരെയും ഭഗവാൻ അങ്ങോട്ട് കനിഞ്ഞ് അനുഗ്രഹിക്കുക. പലർക്കും പല കഴിവുകളാണ് കൊടുത്തിട്ടുണ്ടാവുക. ആ കഴിവുകളെല്ലാം ചേർക്കുമ്പോഴാണ് ക്ഷേത്ര ആരാധനയാകുക, ഇവിടെ ഉപാസനയാവുക. എന്താ ഉപാസന? നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം ഉപാസന. ക്ഷേത്ര ആരാധന ഉപാസന. ഉപാസന വേണം പറഞ്ഞാൽ അയ്യോ അതൊന്നും എനിക്കില്ല കേട്ടോ ടീച്ചറെ എന്ന് പറയും ചിലര്. നമ്മൾ ഈ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉപാസനയുടെ ഭാഗമാണ്. ഇനി രുദ്രൻ ജപിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചാല് ശിവരാത്രിക്ക് നിങ്ങളൊക്കെ സായി വേദജ്യോതിയൊക്കെ, ഇപ്പോൾ സായിബാബയുടെ അവതാരം തന്നെ വേദപ്രചരണത്തിനാന്നാ പറയുന്നത്. സായി ഭഗവാൻ പോയതിന് ശേഷവും ഒരുപാട് വ്യക്തികൾ വേദം പഠിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ വേദം പഠിച്ചു. ഞങ്ങള് ശിവരാത്രിയുടെ അന്ന് 10 മണി എന്നുണ്ടെങ്കിൽ പരിപാടി ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ് 10 മണിക്ക് അതിന്റെ മുന്നിൽ അങ്ങോട്ട് കയറുക. ഓൺലൈൻ ഗൂഗിൾ മീറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് നമകം ചമകം എന്ന് പറഞ്ഞിട്ട് 2 സെക്ഷൻ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും ഒരാള് ഒരു നമകം 1 നമകം 2 പറയും. ആദ്യം എങ്ങനെ തുടങ്ങാന്നോ? ഓം നമോ ഭഗവതേ രുദ്രായ. സ്വരിക്കുമ്പോഴാ പൊങ്ങും താഴും ചെയ്യണ കേട്ടോ. അതായത് എന്താ പറയുന്നത്? ഹേ രുദ്രനായ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അതെന്തേ രുദ്രനെ വിളിച്ചത്? അവിടെയാണ് ഇനി പറഞ്ഞു നിർത്തിയോത്ത് തുടങ്ങുന്നത്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തി, പലരെ കൊണ്ട് സൃഷ്ടി നടത്തിച്ചു. എല്ലാം ഭീകര രൂപങ്ങളായി. അവസാനം മഹാദേവന്റെ മറ്റൊരവതാരമായ രുദ്രനെ ബ്രഹ്മാവിന്റെ നെറ്റിയിൽ നിന്നും സൃഷ്ടിച്ചു. രോദനം ചെയ്യുന്നവൻ എന്നാണ് രുദ്രൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. രോദനം എന്ന് പറഞ്ഞാൽ കരയാ, രുദം എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ ദുഃഖത്തെ നശിപ്പിക്കുന്നവനാണ്, കരച്ചിലിനെ ഇല്ലാതെയാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ദേവനാണ് ആര്? മഹാദേവനായ രുദ്രൻ. അതുകൊണ്ടാണ് ശിവരാത്രിക്ക് രുദ്രൻ ജപിക്കുന്നത്. ഈ രുദ്രനോട് പറയാണ് പോയി സൃഷ്ടി നടത്തൂന്ന്. രുദ്രന്റെ സ്വഭാവം എന്താ? വളരെ പരുക്കൻ സ്വഭാവ. 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങളില് തമോ ഗുണ. അത് കാരണം ആ എല്ലാ സൃഷ്ടികളും വളരെ പേടിപ്പെടുത്തുന്ന പോലെയായി. അപ്പൊ എന്ത് പറയാണ് ബ്രഹ്മാവ് പറയാ, പോയിട്ട് തപസ് ചെയ്തു വരൂ, ഇങ്ങനത്തെ സൃഷ്ടികൾ നടത്തണ്ട. അപ്പൊ രുദ്രൻ ആരാന്ന് മനസ്സിലായില്ലേ? ഈ രുദ്ര ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് എന്താ പറയാന്നോ? ഓം നമസ്തേ രുദ്രമന്യവ ഉതോദ ഇഷവേ നമഃ. അതാണ് ഫസ്റ്റ് വരി രുദ്രത്തില്. ഇത് എന്താന്ന് മനസ്സിലാക്കണം. എന്താ പറയുന്നതെന്നറിയോ? ഹേ
ഭഗവാനായ രുദ്ര അങ്ങയുടെ കോപത്തിനായി കൊണ്ട് നമസ്കാരം. മന്യവ കോപം. എന്തേ? മഹാദേവൻ ക്ഷിപ്രപ്രസാദി, അതിലും അപ്പുറം രുദ്രൻ കോപിയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ മഹാരുദ്രം ശ്രീ രുദ്രത്തിൽ നമസ്കരിക്കുന്നത് ഭഗവാന്റെ കോപത്തെ. ഈ ദേഷ്യപ്പെടുന്ന ഒരാളോട് നമ്മൾ ശാന്തമായി സംസാരിച്ചു നോക്കൂ, അയാളുടെ ദേഷ്യം താനെ അടങ്ങും. രണ്ട് കൈ അടിക്കുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാവുക. ഒരാൾ അങ്ങനെ ചൂടായി കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും ചൂടാവാനാ തോന്നുക. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിച്ചു നോക്കൂ. ഇവിടെ അതാണ് ഋഷീശ്വരന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. കോപം പൂണ്ട് നിൽക്കുന്ന രുദ്രനോട് പറയാണ്, ഓം നമസ്തേ രുദ്രമന്യവ. കോപം പൂണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഹേ മഹാദേവ അങ്ങയുടെ കോപത്തിനായി കൊണ്ട് നമസ്കാരം. അതിന് ശേഷം എന്താ പറയുന്നത്? ഉതോദ ഇഷവേ നമഃ. ഇഷവേ അങ്ങയുടെ ബാണത്തിന് നമസ്കാരം. ഇങ്ങനെയാ തുടങ്ങുന്നത്. എന്തേ? മഹാദേവന് 5 ഭൂഷണങ്ങളും 5 ആയുധങ്ങളും ഉണ്ട്. ധേയ പഞ്ചമുഖോ രുദ്ര എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എങ്ങനെ ധ്യാനിക്കണം? 5 തലകളുള്ള മഹാദേവനെ. എന്തേ 5 തലകൾ ഉണ്ടാവാൻ? ഇത് പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശിവന്റെ ജട എന്താ അറിയപ്പെടുന്നത്? കബർദിനെ എന്നാ വിളിക്കുക. ഈ മഹാദേവന്റെ ഓരോ മുഖങ്ങളാണ് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം. ന എന്ന് പറഞ്ഞാല് ഭൂമിയാണ്, പഞ്ചഭൂതങ്ങളിൽ ഒന്ന്. മ എന്ന് പറഞ്ഞാല് വെള്ളാണ്. ഷി എന്തിൽ വെള്ളം വീണാല് ഷി പറയാ. അഗ്നിയാണ് 3ാമത്തെ തല. പിന്നെ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. വായു. ന മ ശി വ യ. ഇങ്ങനെയാണ് നമഃശിവായ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി ഈ 5 ഭൂഷണങ്ങളും 5 ആയുധങ്ങളും ഒക്കെ ഉള്ള മഹാദേവന് അപ്പൊ എത്ര കൈ ഉണ്ടായിരിക്കും? 10 കൈ ഉണ്ടാവണല്ലോ 5 തല ഉണ്ടെങ്കിൽ. അപ്പോ എന്താണ് ഈ കൈകളിലൊക്കെ ഉള്ളത്? അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നാളെ ഒരാൾ വിളിച്ചു, ഈ പിനാകെന്ന് പറഞ്ഞാ എന്താ? അറിയില്ല. ശിവധനുസ്സാണ് പിനാക. അതാണ് പിനാകിനി എന്ന് വിളിക്കുന്നത്. ഇനി മഹാദേവൻ എല്ലാ യജ്ഞങ്ങളുടെയും ഭാഗം എടുക്കുന്നത് ആരാന്നറിയോ? മഹാദേവനാ. ആദിദേവനായ മഹാദേവൻ എല്ലാ യജ്ഞഭാഗവും ഭഗവാന് കൊടുക്കുന്നത് കൊണ്ടും അതിലും അപ്പുറം ഈ ലോകത്തിലെ സർവസമ്പത്തിനും അധികാരി മഹാദേവനായിരിക്കുന്നു. കാരണം എന്താ? അതെന്താ എന്നുള്ളതിന് ശിവപുരാണത്തിലെ ഒരു കഥ വരുന്നുണ്ട്. അതായത് മഹാദേവന്റെ ജഡ, അതാണ് കബർദിനെ എന്ന് വിളിക്കുന്നത്. ഈ ജടയില് ഒരു ചുമന്ന മുടിയുണ്ട്, ചുമന്ന ജട. ആ ചുമന്ന ജടയാണ് ഭഗവാനെ സർവസമ്പത്തിന്റെയും നാഥനാക്കി മാറ്റിയിരിക്കുന്നത്. അതെങ്ങനെയാ? ആ തത്വം അവസാനം പറയാം. ഇനി കൈകളിൽ എന്തൊക്കെയാ? മുടി ചുമന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു മുടി, ഒരു ജട. അതേസമയം ഈ മഹാദേവൻ രുദ്രനാണെന്ന് പറഞ്ഞില്ലേ? രുദ്രനോട് തപസ് ചെയ്യാൻ പോവാൻ പറഞ്ഞു. തപസ് ചെയ്യാൻ പോയി അങ്ങനെ യാത്രയാവുകയാണ് വനാന്തരങ്ങളിലൂടെ. ആ സമയത്ത് ഒരു ആശ്രമം കാണുകയാണ്. അങ്ങനെ നടന്നു. ആശ്രമത്തിലൊരു മുനീശ്വരനുണ്ട്. മുനീശ്വരന് ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ നല്ല സുന്ദരിയാണ്. ഇദ്ദേഹം എപ്പോഴും ഹോമം, യാഗവും, യജ്ഞമാണ്. കാര്യമായിട്ട് ഇവളെ ശ്രദ്ധിക്കണമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് പോലെ നല്ല മഹാദേവന്റെ രൂപം കണ്ടിട്ടില്ലേ? എന്തോ ഭാഗ്യത്തിന് ചിത്രകാരന്മാര് മഹാബലിയെ പോലെ കൊടവയറിനായി വരച്ചു വെച്ചില്ല. ശരിക്കും മഹാബലിയൊക്കെ 6 പാക്ക് ആണ് അത്രേ. നമ്മൾ വെറുതെ അത്രയും ആയോധന കലകളൊക്കെ അറിയുന്ന, യുദ്ധം ചെയ്യുന്ന മഹാബലി എങ്ങനെയാ കൊടവയറിനായ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത്ര ചിന്തിച്ചാൽ മതി. മഹാദേവനെ ഏതായാലും ഈ 6 പാക്ക് എന്ന് അറിയില്ല. നല്ല കോമളമായ രൂപം. നമ്മുടെ കർപ്പൂരല്ലേ, കർപ്പൂരത്തിന്റെ കാന്തിയുള്ള, അത്രയും വെളുത്തിട്ടാണല്ലേ. ഈ നന്ദികേശ്വരനും വെളുത്തിട്ടാ, കൂടെ ഉള്ള കാള. അത്രയും ഭംഗിയുള്ള ആ ഒത്ത ശരീരം കണ്ടപ്പോ ഈ സ്ത്രീ അവളെന്നെ അറിയാതെ, ഗോപികമാരെങ്ങനെയാ പോയത്? ഗോപികമാര് രാസക്രീഡ ആടുന്ന സമയത്ത് ഭർത്താവിന്റെ കൂടെ കിടക്കുന്നവര്, കുട്ടിക്ക് മുലയൂട്ടുന്നവര്, ഭക്ഷണം പാചകം ചെയ്യുന്നവര്, പതിസുതാന്വയ ഭ്രാതൃബാന്ധവ അതിവിലംഘ്യദേതി അച്യുതാഗത. ഗോപികാഗീതം. പതി, സുതൻ, ഭർത്താവ്, കുട്ടികള്, മക്കള്, അമ്മ, എല്ലാവരെയും മാറ്റിക്കിടത്തി എല്ലാവരെയും ഉപേക്ഷിച്ച് ആ പരബ്രഹ്മ രൂപിയായ കൃഷ്ണന്റെ അടുത്തേക്ക് രാസക്രീഡയാടാൻ വരികയാണ് ഗോപികമാര്. ഭഗവാനും കരുതി പാവങ്ങൾ കുറെ കാലമായി, എന്താ വെണ്ണയും തൈരും വിൽക്കാൻ പോകുമ്പോ ചോദിക്കുക, ദാമോദരനെ വേണോ മാധവനെ വേണോന്ന്. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേദി എന്ന് വിളിച്ച് നടന്ന അർജുനന് പോലും മനസ്സിലായില്ല ഇത് കൃഷ്ണൻ പരബ്രഹ്മരൂപിയാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ഗോപികമാർക്ക് അത് മനസ്സിലായിരുന്നു.
ആയിരുന്നു. അതുകൊണ്ടാണ് രാസക്രീഡ ആടാൻ ഭഗവാന്റെ കൂടെ നൃത്തം ആടാൻ വന്നേ. നമ്മളിപ്പോൾ ഗുരുവായൂർ പോയി ഭഗവാനെ ശ്രീലകത്ത് നിന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മളും 2 ചുവട് വെക്കില്ലേ? എന്താ സുഖം! ധനുമാസത്തിൽ തിരുവാതിര. ഇപ്പൊ എത്ര സ്റ്റേജിലാണ് അവിടെ തിരുവാതിര നടന്നുകൊണ്ടിരിക്കുന്നേ, ഉത്സവ. ഇവിടെ മഹാദേവന്റെ കൂടെ അതേ പോണു. അപ്പൊ ഈ മുനീശ്വരൻ യാഗം ഇതൊക്കെ നിർത്തി വെച്ച് നോക്കുക, അത്ഭുതപ്പെടുക. എന്റെ പത്നിയാണോ ഈ പോയിക്കൊണ്ടിരിക്കണേ? കുറച്ച് നടന്നു, കുറേ ആശ്രമങ്ങളുണ്ട്, പിറകിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരിക, ഒക്കെ സ്ത്രീകളാ. ഈ സ്ത്രീകൾ മുഴുവൻ മഹാദേവന്റെ കൂടെ അങ്ങോട്ട് പോയി. മഹാദേവൻ യോഗിയല്ലേ, ഇതൊന്നും ശ്രദ്ധിക്കണില്ല, നടന്നു പോവാ മഹാദേവന്റെ കൂടെ ഈ സ്ത്രീകളെല്ലാം. അപ്പൊ എന്താ ചെയ്യാ? മാമുനീശ്വരന്മാരെല്ലാവരും ഹോമയാഗമൊക്കെ നിർത്തിവെച്ചു. യാഗങ്ങൾ നിർത്തിയത് മാത്രമല്ല, അവിടെ ഒരു മീറ്റിംഗ് കൂടി. അതല്ലേ പിന്നെ ചെയ്യുക? വേഗം ഒരു സഭ വിളിച്ചു കൂട്ടി അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഇത് കാണാത്ത ഒരാളുണ്ട്. അയാൾ ചോദിക്കുന്നത്, അയ്യോ എൻ്റെ ഭാര്യയും പോയി ഉണ്ടാവുമോ? നോക്കിയപ്പോ ആശ്രമങ്ങളിൽ ആരുടെ ഭാര്യമാരും ഇല്ല. ചെന്ന് നോക്കി, സങ്കടമായി. ആദ്യം കരുതിയത് എന്താണോ, അവരിങ്ങനെ ചർച്ച കൂടി പറയണേ, നീ അല്ലെങ്കിലും അവളെ ശ്രദ്ധിക്കണില്ല, എനിക്കറിയാം. ഇപ്പൊ നമ്മളുടെ സമൂഹത്തിൽ എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ചാണ് പുരാണങ്ങൾ പറയുന്നത്. വേദം എങ്ങനെയാ പറയാന്നറിയോ? ഒരു പ്രഭുവിനെ പോലെ നമ്മളോട് ആജ്ഞാപിക്കുക. അങ്ങോട്ട് മനസ്സിലാവില്ല ആദ്യം ഒന്ന് വായിക്കുമ്പോൾ, ശരിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോണം, അത്ര ഉയരങ്ങളിൽ എത്തണം അർത്ഥം മനസ്സിലാവണമെങ്കിൽ. പക്ഷെ അത് മനസ്സിലാക്കിയ മാമുനീശ്വരന്മാർ അതിലെ സത്ത കറന്നെടുത്തിട്ട് എന്ത് ചെയ്തു? 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും സൃഷ്ടിച്ചു. അതിലെ 4ാമത്തെ പുരാണമാണ് ശിവപുരാണം എന്ന് പറയുന്നത്. ഇവിടെ സ്ത്രീകളൊക്കെ കൂടെ പോയി, സഭയൊക്കെ കൂടി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആർക്കാ? അപ്പൊ ആരോടാ ശരിക്ക് ദേഷ്യം തോന്നുക? ഭാര്യയോടല്ലേ ദേഷ്യം തോന്നേണ്ടത്? ഇവർക്കൊക്കെ ദേഷ്യം തോന്നിയത് മഹാദേവനോടാ. ആ 6 പാക്കും കാട്ടി ഇതിനെ വന്നതുകൊണ്ടല്ലേ എന്നുള്ള പോലെ. അത് ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാവാൻ പറഞ്ഞതാട്ടോ. ആ ഒത്ത ശരീരം കണ്ട് ഭ്രമിച്ച് അവരെല്ലാം മറന്ന് യോഗിയായ മഹാദേവന്റെ കൂടെ പോയി. ഈ അമുനീശ്വരന്മാരിരുന്ന് ചർച്ച ചെയ്യുക, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? അവർക്കറിയുന്ന പണി അവരെടുക്കാന്ന് തീരുമാനിച്ചു. എന്താ ചെയ്തെന്നറിയോ? എല്ലാവരും കൂടി ചേർന്നു പല ആസൂത്രണം ചെയ്തു. ഒന്നും ശരിയായില്ല. അവസാനം ഇത്തിരി വയസ്സായ ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഭാര്യയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ശരി, നമുക്കൊരു പണി ചെയ്യാം. നമ്മൾ ഒരുപാട് മന്ത്രശക്തി ഉള്ളവരല്ലേ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ എന്നാ പറയാ. അപ്പോ ആ മന്ത്രശക്തി ഉപയോഗിച്ച് നമുക്കൊരു പണി ചെയ്യാം, ഈ മഹാദേവൻ ഒരു പണി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും ഭാര്യമാര് ചെയ്ത തെറ്റിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇപ്പോഴത്തെ ലോകത്ത് അതല്ലേ നടക്കുന്നത്? പോയ സ്ത്രീയോടല്ല ദേഷ്യം, ആരാ കൊണ്ടുപോയ ആളോട്, അവനെ ഇട്ട് പൊട്ടിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേണ്ട പോലെ ചെയ്യാത്തത് കൊണ്ടാണ് അവർ ഇറങ്ങിപ്പോണെന്ന് ഇപ്പോഴത്തെ തലമുറ മനസ്സിലാക്കണില്ല. ചിലർ വിളിക്കാറുണ്ട്, ഞങ്ങൾ പുറമണ്ണൂരിലും പോയി ഒരാള്, നമ്മള് വയറ് നിറച്ചിരിക്കുകയാണെങ്കിൽ ഒരാൾ ഭക്ഷണം നീട്ടി തന്നാൽ നമ്മൾ സ്വീകരിക്കുമോ? ഇല്ല. അത്രേ ഉള്ളൂ അതിന് പിറകിലുള്ള തത്വം. ഇതൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ടേ. ഇവരൊക്കെ കൂടിയിരുന്ന് ചർച്ച നടത്തി, ശരി എല്ലാവരും കൂടി ഒരു കുഴി കുഴിക്കാന്ന് പറഞ്ഞ് വലിയ ഒരു കുഴി കുഴിച്ചു. ജപിക്കാൻ തുടങ്ങി. മന്ത്രം ജപിച്ച് ഒരു പ്രത്യേക രീതിയിലുള്ള വ്യാഘ്രത്തെ, പുലിയെ സൃഷ്ടിച്ചു. ഈ ശിവന്റെ ആ ചിത്രം കാണുമ്പോൾ കുട്ടി ചോദിക്കും, എനിക്ക് ചെറുപ്പത്തിൽ വലിയ സംശയമായിരുന്നു, ഈ മഹാദേവൻ അത്രയും ശുദ്ധമായ വ്യക്തിയായിട്ട് എന്താ ഇപ്പൊ ഈ പുലിയൊക്കെ കൊന്ന് ഈ തോലുടുത്തോണ്ടിരിക്കണേന്ന് ഞാനും ചിന്തിച്ചിരുന്നു. അല്ലെ, കുട്ടികളുടെ ഡാൻസിനൊക്കെ ഇപ്പൊ അങ്ങനെ കാണുമ്പോൾ അവർക്ക് അറിയില്ല, അവരത് ഉടുത്ത് നിന്ന് അങ്ങനെ ചാടും. ആ സമയത്ത് പുലി വന്നു, നമസ്കരിച്ചു. മുനീശ്വരന്മാര് ജീവൻ കൊടുത്തതല്ലേ, എന്താ ചെയ്യണ്ടേ? അപ്പൊ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോയ ഇന്ന രൂപ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കണ്ടാൽ തന്നെ നിനക്ക് പെട്ടെന്ന് മനസ്സിലാവും, കുറച്ച് ദൂരെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. നടന്നു പോയിക്കൊണ്ടിരിക്കുക, അവൻ യോഗിയാണ്. കുറെ സ്ത്രീകൾ ഗോപികമാരെ പോലെ പിറകെയുണ്ട്, അവരൊന്നും കാണിക്കരുത്, ഞങ്ങളുടെ ഭാര്യമാരാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ വകവരുത്തണം. വ്യാഘ്രം ഇത് കേട്ടതും കുതിച്ചു പാഞ്ഞു. പുലിയല്ലേ, ഈറ്റപ്പുലി, നന്നായി ഏറ്റവും സ്പീഡിൽ പോകുന്ന ജീവിയല്ലേ, നല്ല സ്പീഡിൽ ഓടിച്ചെന്ന് മഹാദേവന്റെ അടുത്തേക്ക് എടുത്ത് ചാടുക. അതിദേവനായ മഹാദേവൻ എന്തെങ്കിലും കുലുക്കണ്ടോ? ആ പുലിയെ പിടിച്ച് അതിൻ്റെ കഥ കഴിച്ചു. വിസ്തരിച്ച് പറയുന്നില്ല, നമുക്ക് ഒരുപാട് ചടങ്ങ് ഇനിയും ബാക്കിയുണ്ട്. അത് കഴിഞ്ഞതും ആ പുലിയെ തൊലി ഊരി എടുക്കുക. തൊലി ഇങ്ങോട്ട് ഉരിഞ്ഞെടുത്തിട്ട് അതുകൊണ്ട് ദിഗംബരനായിട്ടാണ് നടക്കുന്നേ. വേഗം ഒരു വസ്ത്രം അങ്ങോട്ട് കൊടുത്തു. ഏതായാലും കുറെ സ്ത്രീകൾ പറകിലുള്ളതല്ലേ, അതിൻ്റെ കഥ കഴിഞ്ഞു വരുന്നില്ല എന്ന് ഇവർക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും ആ കുഴിയുടെ അടുത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? മന്ത്രം ജപിച്ചു. അത്ര ഉഷാറായതിനൊന്നും വേണ്ട, ഈ ഒരു പാവം പിടിച്ചതിനെ സൃഷ്ടിക്കാം. ഒരു മാനിനെയാണ്, നല്ല ഭംഗിയുള്ള ഒരു കലമാനിനെ സൃഷ്ടിച്ചു. ഈ മാനിനോടും പറഞ്ഞു, അങ്ങനെ നമസ്കരിച്ചു. പ്രഭോ എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പോയിട്ട് അവരെ ഈ കൊമ്പൊക്കെ കോർത്തിട്ട്
പണി തീർക്കണം. അപ്പോൾ ശരി ഞാൻ പോയി ചെയ്യാന്ന് പറഞ്ഞു. മാനല്ലേ, മാൻ അടുത്ത് വന്നപ്പോ അത് മഹാദേവന്റെ ആ യോഗ പ്രഭാവം കാരണേ അവിടെ അങ്ങനെ നിൽക്കുക മഹാദേവൻ. അപ്പോൾ മാനൊന്നിങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ വന്ന് മുട്ടി ഉരുമ്പില്ലേ, ഈ ആധ്യാത്മിക പ്രഭാവമുള്ളവരെ കണ്ട അങ്ങനെ അത്രയും നമുക്കൊരു സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നും. കാലിന്റെ അടുത്തു കൂടെയൊക്കെ നടന്നു, ഒന്ന് മേലൊക്കെ വെച്ചുരുമ്മിയപ്പോ ഇതിനെ കൊല്ലണ്ട പാവം എന്ന് തോന്നിയിത്രേ. മഹാദേവൻ ഇടത്തെ കയ്യിൽ മാനിനെ പിടിച്ചു അവിടെ വെച്ചു. ഇങ്ങനെയാ മഹാദേവന്റെ രൂപം വർണ്ണിക്കുന്നതാട്ടോ. ഇടത്തെ കയ്യിൽ ഒരു മാനിനെ കാണാം നമുക്ക്. ഇങ്ങനെ ഇതും തിരിച്ചു വരുന്നില്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പോ എന്ത് ചെയ്യാ, കാച്ചി എടുത്ത ഒരു വലിയ ഇരുമ്പ് തണ്ട് പറഞ്ഞയക്കുക. ഇരുമ്പ് തണ്ടിനെ അവരവരെ യോഗശക്തിയിലൂടെ മന്ത്രശക്തിയിലൂടെ മഹാദേവനെ വകവരുത്താൻ പറഞ്ഞയച്ചു. മഹാദേവൻ അത് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു ഇടത് കൈയും കൂടി ഉണ്ട്, 10 കൈ ഉണ്ടല്ലോ, ആ ഇടത്തെ കയ്യിൽ ആ ഇരുമ്പ് തണ്ടും പിടിച്ചു, അത് ആയുധമാക്കി മാറ്റി. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? അടുത്തത് അവര് ഘോരമായ സർപ്പങ്ങളെ സൃഷ്ടിച്ചു. ഈ ഘോരമായ സർപ്പങ്ങളൊക്കെ ഈ കുഴിയിൽ നിന്ന് വന്നു. വലുതുണ്ട് അല്ലെ, വാസുകി ഇവിടെ ചൊല്ലിയില്ലേ സന്ധ്യക്ക്, ഒരുപാട് സർപ്പങ്ങൾ വന്നിട്ട് നമസ്കരിച്ചു. എന്താ പ്രഭു വേണ്ടത്? ഇങ്ങനൊരാളുണ്ട്, നിങ്ങൾ പോയി തഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടണം, എന്നിട്ട് വിഷദംശം ഏൽപ്പിച്ച് അദ്ദേഹത്തെ വധിക്കണം. ശരി, അവരും എഴഞ്ഞെഴഞ്ഞ്, നല്ല സ്പീഡുള്ള ജീവികളാ പാമ്പുകള്, ആ സർപ്പങ്ങളൊക്കെ എഴഞ്ഞ് അങ്ങോട്ട് ചെന്നു. വലുതുണ്ട്, ചെറുതുണ്ട്, പല തരത്തിലുള്ളതുണ്ട്. മഹാദേവന്റെ ആ യോഗപ്രഭാവം കണ്ടപ്പോ ഈ നാഗങ്ങൾ സത്യമുള്ള ജീവികളാ നാഗങ്ങൾ. പാമ്പുംകാവിന് പ്രദക്ഷിണമേ വേണ്ട. മമ്മിയൂരൊക്കെ ആദ്യം ചെയ്തിരുന്നു, ഇപ്പൊ ചെയ്യില്ലാലോ. ഇവരുള്ള ആരോ ചെന്നു കാവില് വിളക്ക് വെക്കിയുള്ളൂ, ഒറ്റ പ്രദക്ഷിണവും വേണ്ട. ഒറ്റ ആർക്കാ? ഗണപതിക്ക്. 2 സൂര്യക്ഷേത്രത്തിന്, 3 അതുമുതൽ ഞാൻ പറഞ്ഞു മഹാദേവന്. ഇവിടെ ഈ നാഗങ്ങളൊക്കെ ചെന്നു വേഗം അങ്ങോട്ട് നമസ്കരിച്ചു. ഏറ്റവും വലുത് മുതൽ കുട്ടി കുഞ്ഞൻ വരെ ഉണ്ട് അവിടെ. ആ സമയത്ത് മഹാദേവന് സന്തോഷായി. മഹാദേവന്റെ ശരീരത്തിൽ ഒരാഭരണങ്ങളൊന്നും ഇല്ല. തൊട്ട് നോക്കിയപ്പോ നല്ല തണുപ്പാ. തൊട്ടാലറിയാം അവർക്ക് തണുത്ത രക്തം. ഇതിനെ ഇങ്ങനെ പിടിച്ചു നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല മൃദുവായ ശരീരം. അതിന് ആദ്യം എടുത്ത് എനിക്ക് ഏതായാലും മാലല്ലല്ലോ, കിടക്കട്ടെ ഒരു മാല എന്ന് വെച്ചു. കുറച്ചും കൂടി വലുതുകളൊക്കെ എടുത്ത് കയ്യിൽ കാപ്പായിട്ടും വളയായിട്ടും ഒക്കെ അണിഞ്ഞു. ഇനിയുണ്ട് കുഞ്ഞുങ്ങൾ, ഇനിയിപ്പോൾ ഞങ്ങളെ എടുക്കില്ലേ എന്നുള്ള പോലെ അങ്ങനെ നിൽക്കുന്നു. അപ്പം ആ ചെറുതിനെ അതിങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ ഒരു കമ്മൽ പോലെ ഉണ്ട് അത്ര, അതിനെടുത്തിട്ട് കാതിലും തൂക്കി. നാഗകുണ്ഠൻ എന്ന പേര് മഹാദേവൻ അങ്ങനെയാ കിട്ടുന്നത്. എന്താണോ മഹാദേവന് സന്തോഷായേ. നമ്മളിപ്പോൾ ആഭരണങ്ങളൊക്കെ അന്നത്തെ കാലത്ത് എല്ലാ രാജാക്കന്മാരും ദേവന്മാരും ധരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ ഇത് കുത്തി തറയ്ക്കാറില്ലേ? പക്ഷേ നാഗങ്ങളാണെങ്കിൽ ദൂരെ വയ്ക്കൊന്നും വേണ്ട, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ കുത്തി തറയ്ക്കൂല. നല്ല സോഫ്റ്റ്, നല്ല സുഖമായി. മഹാദേവന് സന്തോഷായി. ഇങ്ങനെ പല പേരുകളിൽ മഹാദേവൻ അറിയപ്പെടുന്നുണ്ട്. പിനാകം ശിവധനുസ്സുള്ളതുകൊണ്ടാ. ശൂലിനെ തൃശൂലം കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുക. അതിനു മുമ്പ് ചന്ദ്രാസം ഉപയോഗിച്ചിരുന്നു. 5 ആയുധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ മഹാദേവൻ ഇതെല്ലാം സ്വീകരിച്ചു. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം, മഹാദേവൻ എങ്ങനെ സമ്പന്നനായി? മൃഗങ്ങളെ കൊടുത്തു. എങ്ങനെയാ മൃഗങ്ങൾ കൊടുത്തത്? പുലി മുതൽ മാൻ വരെ മൃഗസമ്പത്ത് മുഴുവൻ ആരുടെ കീഴിലായി? മഹാദേവന്റെ കീഴിലായി. അതുപോലെ ഇരുമ്പ് ദണ്ടാണ് പിന്നെ എറിഞ്ഞത്. ഇരുമ്പ് ദണ്ട് എന്ന് പറഞ്ഞാൽ ധാതു സമ്പത്താ. ധാതു സമ്പത്ത് മുഴുവൻ മഹാദേവന്റെ സ്വന്തമായി. പിന്നീട് കൊടുത്തത് നാഗങ്ങളെ, ഇഴജന്തുക്കളെ എല്ലാവരും ആരുടെ ഭാഗത്തായി? മഹാദേവന്റെ ഭാഗത്തായി. ഇങ്ങനെ ഈ ഭൂമിയിലുള്ള സർവ്വതും മഹാദേവന്റെ ആയി മാറി. സമ്പത്ത് എന്ന് പറയാൻ കാരണം എന്താ? ഏറ്റവും കൂടുതൽ ഫാക്ടറികളും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും നടക്കുന്നത് ധാതു സമ്പത്തിലൂടെയാണ്. നമ്മൾ സയൻസിലേക്ക് വരിക. ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സയൻസാ. ഹൈന്ദവന്റെ കഥകളിലെ തത്വവും പറയുന്നത് സയൻസാ. ഇനി ഇവിടെ മൃഗസമ്പത്ത് എന്ന് പറഞ്ഞാല് പൗൾട്രി ഫാമുകളൊക്കെ കണ്ടിട്ടില്ലേ? അമേരിക്കൻസ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇറച്ചി അല്ലെങ്കിൽ അവരുടെ പാലൊക്കെയാണ് അത്രേ. അവർ കൂടുതൽ കൃഷിയിലേക്ക് പോകുന്നതിലും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമ്പത്ത് അതും മഹാദേവന്റെ കീഴിലായി. ഇഴജന്തുക്കളെല്ലാം മഹാദേവന്റെ കീഴിലായി. ഏറ്റവും ചെറിയ ജീവികള് ഡീകമ്പോസേഴ്സ്, അവര് ഭൂമുഖത്തില്ലെങ്കിൽ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇതെല്ലാം മഹാദേവന്റെ ആയി മാറി. ഇങ്ങനെ മഹാദേവൻ വീണ്ടും നടക്കുക. ആ സമയത്ത് കുറേ മാമുനീശ്വരന്മാര് വലിയൊരു ശിവക്ഷേത്രത്തില്, വനാന്തരങ്ങളിലുള്ള ശിവക്ഷേത്രത്തില് ഇരുന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഹരഹര മഹാദേവ. ഇവിടെ പെരുമുടിയൂര് തിരുവാതിരയ്ക്ക് പോയപ്പോൾ അമ്മമാര് മാതൃസമിതിക്കാർ ഒന്നിച്ചിരുന്നിട്ട്
ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ശിവായ നമ ഓം. ഇത് ചൊല്ലിയിട്ട് തന്നെ ഒരു പ്രദക്ഷിണം, ദീപപ്രദക്ഷിണം വെച്ചത് കേട്ടോ. അത്രയും ഉന്നതമായ മന്ത്രമാണ് ഓം നമ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം. ഇങ്ങനെ ഇവരെല്ലാവരും ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഹാദേവൻ അവിടെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. മൗനീശ്വരന്മാരെല്ലാവരും എഴുന്നേറ്റു, നമസ്കരിച്ചു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അന്വേഷിച്ചപ്പോൾ പറയാണ്, ഹേ മഹാദേവ, ഞങ്ങൾക്ക് ആർക്കും ഇപ്പോ തപസ് ചെയ്യാനോ ഹോമം ചെയ്യാനോ പറ്റുന്നില്ല. എന്താ കാരണം? ഇവിടെ ഗയൻ എന്ന് പറഞ്ഞ് ഒരു അസുരനുണ്ട്. എല്ലാ മാമുനീശ്വരന്മാരെയും അവൻ ഉപദ്രവിച്ചു ഓടിച്ചിട്ടോണ്ടിരിക്കുക. അപ്പോ ഞങ്ങൾക്ക് അതിനൊന്നും പറ്റാഞ്ഞിട്ട് ഇവിടെ അഭയം പ്രാപിച്ചതാ, അങ്ങയുടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കാണണം. ശരി, മഹാദേവൻ പുറത്തേക്കിറങ്ങി വനാന്തരങ്ങളിലൂടെ പിന്നെയും നടന്നു പോയപ്പോ ഈ ഗയൻ എന്ന അസുരൻ ആർക്ക് നേരെ വന്നു? മഹാദേവന് നേരെയും വന്നു. ഒരു യോഗിയാണല്ലോ. അസുരന്മാരെ എപ്പോഴും എന്താ, രാക്ഷസന്മാരൊക്കെ നമ്മളെ ഈ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ടിരിക്കും, ജനങ്ങളെ മനുഷ്യന്മാരെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഇത് സൊസൈറ്റിയിലെ ഒരു പാടാണ് കേട്ടോ. കൗരവര് 101 ഒരു ദുശ്ശളയും കൂട്ടിയിട്ട്, പാണ്ഡവര് 5 ഉള്ളൂ. അതായത് സത്വഗുണപ്രധാനന്മാര് കുറവും അസുര സ്വഭാവമുള്ളവർ കൂടുതലും ആയിരിക്കും. ഇവിടെ മഹാദേവന് നേരെ വന്നപ്പോൾ മഹാദേവൻ ഗയന്റെ പണി അങ്ങോട്ട് തീർത്തു. കഥ കഴിച്ചിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഗയൻ എങ്ങനെയാ നടക്കുന്നറിയോ? സാധാരണ രാക്ഷസനായിട്ടുള്ള വലിയ ഒരു ആനയുടെ രൂപത്തിലാ. ആനയ്ക്ക് എല്ലാവരെയും വധിക്കാൻ കഴിയൂലോ, അത്രയും ശക്തിയല്ലേ. ആനയെ അങ്ങോട്ട് വധിച്ച് ആനയുടെ തോല് ഇങ്ങോട്ട് ചീന്തി എടുത്തു. എന്നിട്ട് എന്താ ചെയ്തേ? ഒരൊറ്റ പുതയ്ക്കല അല്ലേ? ആ ചന്ദ്രചൂടാന്നുള്ളതിൽ ആ വരിയൊക്കെ വരുന്നുണ്ട്, ഗജചർമാംബരധര. അപ്പോ ഈ ഗജത്തിന്റെ ചർമ്മം എടുത്തിട്ട് അങ്ങോട്ട് പുതയ്ക്കുക. ഇവിടെയാണ് ശിവം മംഗളമായി മാറുന്നത്. അതായത് ഇവിടെ ആനയെ കൊന്നു എന്ന് പറയുമ്പോൾ അത് ശവമായി. ശവത്തിനെ കാണുമ്പോൾ നമ്മൾ എന്താ, റെസ്പെക്റ്റ് ആണ്, അതുകൊണ്ടാണ്. അമംഗളാണത്. അപ്പൊ തൊപ്പിയൊക്കെ ഊരുന്ന് കണ്ടിട്ടില്ലേ? എല്ലാവരും മുണ്ടൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് ബഹുമാനത്തോടു കൂടി നിൽക്കും. ഇവിടെ ഈ ശവത്തിന്റെ മുകളിൽ നിന്നും എടുത്ത് ജീവൻ ചേതസ്സുള്ള ശരീരത്തില് ആ ആനത്തോല് പുതച്ചപ്പോൾ അത് ശിവം മംഗളമായി മാറി എന്നാ പറയുന്നത്. ഇങ്ങനെ ആ രുദ്രൻ ശിവന് തുല്യനായി മാറി എന്നുള്ള കഥ. ഇവിടെ മറ്റൊരു കാര്യം, ആനയുടെ പ്രത്യേകത എന്താ? നമുക്ക് ആന എന്ന് പറഞ്ഞ വലിയ സന്തോഷം, മേളത്തിന് ഒപ്പം നിർത്തി ആനേനെ കൊട്ടി അല്ലെ നമ്മൾ സന്തോഷിക്കും. ആന എത്ര കണ്ടാലും മതിയാവില്ല, കടല് കണ്ടാലും മതിയാവില്ല. ആനയുടെ പ്രത്യേകത എന്താണോ? ആനയുടെ ശരീരത്തില് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും കോശങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ആനയും ആരുടെ വരുതിയിലായി? മഹാദേവന്റെ വരുതിയിലായി. പ്രപഞ്ചത്തിലുള്ള എല്ലാ സമ്പത്തിനും ഉത്തരവാദി ഇപ്പം ആരായി മാറി? മഹാദേവനായി മാറി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദിദേവൻ ആയ മഹാദേവൻ സർവ സമ്പത്തുക്കളുടെയും നാഥനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മഹത്വം കൂടിയും പറഞ്ഞിട്ട് നിർത്താം. സമയം ഞാൻ കാരണം വൈകണ്ട കേട്ടോ, ചടങ്ങുകൾ നടക്കാൻ നിർത്താറായി പറഞ്ഞോളൂ. ഓം നമ ശിവായ രുദ്രത്തിൽ വരുന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം. നമശിവായ മന്ത്രം ജപിക്കുന്നവൻ ഉയരങ്ങളിലെത്തും. ഇപ്പൊ ഇവിടെ വന്നിട്ട് മഹാദേവന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ എല്ലാവരും കുറെ കാലം ഓം നമ ശിവായ ജപിച്ചപ്പോഴാണ് ഒരു മാതൃസമിതിയൊക്കെ ഉണ്ടാക്കണം, ഒരു പ്രഭാഷണമൊക്കെ വെക്കണം എന്ന് തോന്നിയില്ലേ? ഇത് ശിവരാത്രിക്ക് വരേണ്ടതാ. ഞാൻ ശരിക്കും മഹാദേവൻ അന്ന് വിളിച്ചതാ. അന്ന് ഇവിടെ പരിപാടികളായതുകൊണ്ട് അത് ഒക്കേത്തിനും ഒരു സമയമുണ്ട്. ഇനി ഇതിന് പുറകിലുള്ള കഥ കൂടി പറയാം. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ മഹത്വം, അതിന്റെ ശക്തി മനസ്സിലാക്കാൻ കാശിയിലെ വിശ്വനാഥൻ ശരിക്ക് ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുക. കാശിയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ എത്രയോ ശവങ്ങൾ അങ്ങനെ മണികർണിക ഘട്ടിൽ കത്തിക്കൊണ്ടിരിക്കുക. 12-20 എണ്ണം ഒപ്പം ഗംഗാതീരത്ത് ആ റൂമിനുള്ളില് അതിന് വാർപ്പിന് മുകളില് കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ചിതകളാണ് അവിടെ കാണുക. പക്ഷെ നമ്മൾ ചിത വെക്കുമ്പോൾ അതിൽ ഒരുപാട് സുഗന്ധദ്രവ്യങ്ങളും നെയ്യും ഒക്കെ ഒഴിക്കില്ല. അവിടെ ഒന്നും ഒഴിക്കില്ല. ഈ വിറക് കഷ്ണം എടുത്തു വെക്കണു, ദഹിപ്പിക്കണു, ഒരു മണം പുറത്തേക്ക്, മാംസം കരിഞ്ഞ മണം വരില്ല. തിരുവിലാമലയൊക്കെ ചെന്നാൽ നമുക്കത് അനുഭവപ്പെടും. അതാണ് കാശിനാഥന്റെ പ്രത്യേകത. അവസാനം നമ്മൾ ലയിക്കേണ്ടത് ഗംഗയുടെ തീരത്തുള്ള കാശിയില. ആ കാശി എന്ന് പറയുന്ന, ഇപ്പോഴത്തെ കാശി ഉത്തർപ്രദേശ്, പണ്ടത്തെ കാശി കേട്ടോ. ആ കാശിയില് പണ്ടൊക്കെ രാജഭരണല്ലേ, ഒരു രാജാവിന് കലാവതി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, പെൺകുട്ടി. നമ്മൾ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് കൂടിയും ആ കഥയിലൂടെ നമ്മളോട് പറയാം. ഈ കലാവതി എന്ന പെൺകുട്ടി ചെറുതാവുമ്പോൾ തന്നെ വളരെ ഭക്തിയുള്ള കുട്ടിയാ.
രാവിലെ എഴുന്നേറ്റ് കുളിച്ചു. എപ്പോഴാണ് കുളിക്കുക? രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കണ്ടേ? അപ്പോഴേക്കും ആചാര്യന്മാർ ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പാണ് നമ്മളത് വേണ്ട. സംസ്കൃതം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഗീത തന്നെ വേണ്ടാന്ന് വെക്കുന്ന കാല. അത് കാരണം ഈ കുട്ടി 5:30 എഴുന്നേറ്റോളൂ കേട്ടോ, അച്ഛൻ പറഞ്ഞു കൊടുക്കുക. 6 മണിക്ക് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് സമയത്ത് നമ്മളോ എന്ത് ചെയ്യരുത്? ഉറങ്ങും ചെയ്യരുത് എന്നാ. കാരണം ആ സമയത്ത് ഉറങ്ങിയാൽ ലക്ഷ്മി ദേവി അവരുടെ വീട്ടിലേക്ക് വരില്ല. അത് തന്നെ, അത് വേറെ കഥ വരുന്നതാ. ലക്ഷ്മി ദേവി മഹാഭാരതം കഥയാണത്. ഇവിടെ കുട്ടി നേരത്തെ എഴുന്നേറ്റ് കുളിക്കും, പൂന്തോട്ടത്തിൽ ഇറങ്ങി, രാജകൊട്ടാരല്ലേ, എല്ലാ പൂക്കളും ശേഖരിച്ച് മാല പിരിക്കും. മാല പിരിക്കാനൊക്കെ ഭാഗ്യം കിട്ടുക വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ആ ഭാഗ്യമുണ്ട് സപ്താഹം തുടങ്ങിയപ്പോൾ. കാരണം സപ്താഹവേദിയിലെ കൃഷ്ണൻ ആര് കൊണ്ടുകൊടുത്താലും ആ മാല കെട്ടും. ശ്രീലകത്തെ അമ്പലവാസികളിലതേ കെട്ടു എന്നുള്ളതാണ് ഒരു നിയമം. അതങ്ങനെ തന്നെ വേണം. ആചാര്യന്മാരെ, നമ്മളുടെ ഗുരുപരമ്പരകൾ പറഞ്ഞു വെച്ചത് ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ആ ചിട്ടയ്ക്ക് നടക്കണം. പക്ഷേ മാലയൊന്നും അങ്ങോട്ട് പിരിച്ച് ആ ഭഗവത് വിഗ്രഹത്തിലങ്ങോട്ട് ചാർത്തുക, അതിന് വലിയൊരു ഭാഗ്യം എന്താ? എന്നോട് അന്ന് ഷാരടി പറയായിരുന്നു, പിരിക്കൂ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് പഠിപ്പിച്ചു. ഞാൻ പൂ മുഴുവൻ നന്നാക്കുക ചെയ്യുക. സമയം എന്നോട് പറഞ്ഞു, ഒന്ന് പിരിക്കൂ. അപ്പോഴാണ് അത് ആ നാരൊക്കെ വെച്ച് ബാംശജീനെയും പഠിപ്പിച്ചു വളപുരത്തുള്ള. ഇനി അങ്ങനെ മാലയൊക്കെ കെട്ടി മഹാദേവന് ചാർത്തി അങ്ങനെ കാശിയല്ലേ മഹാദേവന്റെ ആസ്ഥാന, അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കൂ ഈ കുട്ടി. ഇങ്ങനെ ചെയ്യുന്നത് ഒരു ദിവസം ഒരു മാമുനീശ്വരൻ കാണാം. അടുത്ത് തന്നെ ഒരു ആശ്രമമുണ്ട്. ആ മാമുനീശ്വരന് സന്തോഷമായി കുട്ടിയെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ രസിപ്പിക്കുക. കാരണം ഈശ്വര കഥകൾ അങ്ങനെ കേട്ടാൽ സമയം പോണത് അറിയില്ല. അതാണ് സത്സംഗത്തിന്റെ മഹത്വം. ഭക്തി പ്രഭാഷണം ഉണ്ടെന്ന് പറയും, 2.5 മണിക്കൂറൊക്കെ കഴിഞ്ഞാലും ഇപ്പൊ തുടങ്ങിയ പോലെ തോന്നും. അതെന്താന്നോ, ചിലർ പറയും ഇപ്പൊ ഇന്ന് എഴുന്നേൽക്കൂട്ട ഇടയ്ക്കൊക്കെ അവരവിടെ ഇരിക്കും, നമുക്കൊരു തടസ്സം വന്നു, അല്ലെങ്കിൽ ഇപ്പൊ കുറെ അങ്ങ് എത്തിയേനെ. ആ തുടക്കത്തിൽ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അത് അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോഴാണ് നിങ്ങളെ ആ ഉയരാം. ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മറക്കും, എന്നിട്ട് ആത്മാവായിട്ട് നമ്മൾ ഉയരും. ഈശ്വര കഥകളുടെ കഴിവാണത്. പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകണം, എങ്കിലേ അത് നല്ലൊരു പ്രഭാഷണമാവുള്ളൂ. ഇവിടെ കുട്ടി പൂവൊക്കെ ഇങ്ങനെ ദിവസേന പൊട്ടിക്കുന്നതൊക്കെ ഈ മാമുനീശ്വരൻ അറിഞ്ഞു. ഒരു ദിവസം ഈ ആശ്രമത്തിലേക്ക് വരൂ മോളെ എന്നൊക്കെ പറഞ്ഞു. കുട്ടി ഒരു ദിവസം കുറച്ച് പൂക്കളൊക്കെ ശേഖരിച്ച് ആശ്രമത്തിൽ ചെന്നു. ആ മാമുനീശ്വരനെ നമസ്കരിച്ചു. കുട്ടികൾ പഠിക്കേണ്ടത്, നമ്മളെ വേദവിദ്യാഭ്യാസം കഴിഞ്ഞ, ഗുരുകുലം കഴിഞ്ഞ തൈത്തിരിയോപനിഷത്തിൽ പറയുന്നുണ്ട്, പറഞ്ഞു വിടുമ്പോൾ അവസാനം ഉപദേശിക്കുന്ന ഒരു മന്ത്രമുണ്ട്, സത്യം വദ ധർമ്മം ചര ഗുരുജനാന്നവാ സ്വാധ്യായാമാപ്രമദ. ഇത് ആ കുട്ടിക്ക് അറിയായിരുന്നു. സത്യം വദ ധർമ്മം ചര ഗുരുജനാന്നവ. മാമുനീശ്വരനെ നമസ്കരിച്ചു. ദൈവതുല്യ കാണുന്നത്. അപ്പോ ഇയാൾക്ക് വളരെ വാത്സല്യം സന്തോഷവും ഒക്കെ തോന്നി. എന്നെ ദൈവത്തെ പോലെ ഒന്നും കാണണ്ട മോളെ, അല്ല അങ്ങ് എനിക്ക് ദൈവം തന്നെയാ എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈശ്വരന്മാർക്ക് തുല്യല്ലേ, നിർത്താറായി. അപ്പോ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ മോൾക്ക് എന്ന് ചോദിച്ചു. കുട്ടിക്ക് സന്തോഷമായി. കുട്ടി പറഞ്ഞു, എനിക്ക് ഒരാഗ്രഹമുണ്ട്, പക്ഷേ അത് അതിമോഹാന്നൊന്നും വിചാരിക്കരുത്. അതെന്താ മോളെ ഇത്ര വലിയ ആഗ്രഹം? അപ്പൊ പറയാണ്, എനിക്ക് ഈ ലോകത്തില് നമ്മളെല്ലാം ജനിച്ച് ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകുന്നുണ്ട്. ഒരുപാട് വ്യക്തികൾ വിഷമിക്കുന്നുണ്ട്, ചിലർ നന്നായി ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ ഇത്? അപ്പോൾ മാമുനീശ്വരൻ കുട്ടിയല്ലേ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമോ അറിയില്ല, എങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കൊക്കെ ഒരുപാട് പാപങ്ങളുണ്ട്. നമ്മൾക്ക് മുൻജന്മത്തിലുള്ള പാപങ്ങൾ, സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും, സത്യമാണത്. സഞ്ചിയിലാക്കി കൊണ്ടുവരും കഴിഞ്ഞ ജന്മത്തെ പാപങ്ങൾ. അതാണ് ഈ ജന്മം അനുഭവിക്കണം, അല്ലാതെ ഈ ജന്മം ചെയ്ത ദുരിതങ്ങളൊന്നുമല്ല. ആ പാപങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. മോളിപ്പോൾ ചെയ്യുന്നില്ലേ, പൂക്കൾ പൊട്ടിച്ച് മഹാദേവന് മാല ചാർത്തുന്നു, ഇതൊക്കെ സൽക്കർമ്മ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി പറഞ്ഞു കൊടുത്തു. അപ്പൊ പറയാ, സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ ഈ മാല കെട്ടൽ മാത്രമാണോ? അല്ല, മന്ത്രങ്ങൾ പഠിക്കണം. അതിനൊക്കെ ആയോ? എനിക്കിന്ന് ഒരു മന്ത്രം പറഞ്ഞു തരൂ, എനിക്ക് എൻ്റെ സർവ്വ പാപങ്ങളും അകന്ന് പുണ്യവതിയായി മാറണം, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ആ മഹർഷീശ്വരന് അനുകമ്പ, ഗുരുപരമ്പരകൾക്ക് നമ്മളോട് അനുകമ്പ തോന്നുത്രേ. അപ്പോഴാണത്രേ സത്സംഗങ്ങൾ ഉണ്ടാവുക. എന്താ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവന്ദനത്തിൽ പറയാ, ആദ്യം തന്നെ എന്താ
ആദിദേവനായ മഹാദേവന സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അങ്ങനെയല്ലേ നമിക്കുക? ആദ്യം തന്നെ ആരാ ഉണ്ടായേ? ആദിദേവനായ മഹാദേവൻ. അതാണ് സദാശിവസമാരംഭാം. ആദ്യം മഹാദേവനാ ഉണ്ടായേ. പിന്നെയോ അതിനുശേഷം ശങ്കരാചാര്യമധ്യമാം, ശങ്കരാചാര്യ സ്വാമികളിലൂടെ കടന്നു വന്ന് നമ്മുടെ കേരളത്തിൽ കാലടിയിലുണ്ടായിട്ടുള്ള ജനിച്ച് ജീവിച്ച് അല്ലെ 32 വർഷേ ജീവിച്ചു, എല്ലാം നമുക്ക് തന്നു പോയി. ഇത്രയും വേണ്ട, ഒരുപാട് കാലം ജീവിക്കേണ്ട കാര്യമില്ല. എങ്ങനെ ജീവിച്ചു അതാണ് പ്രധാനം. ഇനി അത് കഴിഞ്ഞ് വന്ദേ ഗുരുപരമ്പരാം, എൻ്റെ ഗുരുവായി, അതിന് മുകളിലും ഗുരുവായി നിൽക്കുന്ന പരമ്പരകളായി കൊണ്ട് നമസ്കാരം. ഇവിടെ ഗുരുക്കന്മാർക്ക് കരുണ തോന്നിയ സർവ്വതും നമുക്ക് അങ്ങോട്ട് തരൂത്രേ. അതുകൊണ്ടാണ് ഈശ്വരനും മുകളിലാണ് ഗുരു എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ആരെയാ നമിച്ചേ? ദക്ഷിണാമൂർത്തയേ നമഃ. എല്ലാ രോഗങ്ങൾക്കും വൈദ്യനാഥനാണ് മഹാദേവൻ. എല്ലാ കർമ്മങ്ങൾക്കും ക്രിയകൾക്കും മുകളിലാണ് മഹാദേവൻ. എല്ലാത്തിൻ്റെയും നാഥനാണ് മഹാദേവൻ. അതുകൊണ്ടാണ് മഹാദേവനെ ആദ്യം വന്ദിക്കുന്നത്. ഇനി ഇവിടെ ഗുരുവിന് സന്തോഷം തോന്നിയാൽ പിന്നെ സർവ്വതും അല്ലേ കിട്ടുക. അപ്പൊ പറഞ്ഞു കൊടുക്കുക, ശരി മോൾ അവിടെ ഇരിക്കൂ, ഞാനൊരു മന്ത്രം പറഞ്ഞു തരാം. എന്താ പറഞ്ഞു കൊടുത്തത്? ശിവായ നമഃ, ശിവായ നമ. അത് ഓം ചേർത്താണ് നമ്മൾ ജപിക്കുന്നത്. ഓം ചേർത്താ അത് മഹാദേവന്റെ മൂലമന്ത്രമായി. ഓം നമ ശിവായ. ഏത് മന്ത്രവും ഓംകാരത്തിൽ തുടങ്ങി നമയിൽ അവസാനിച്ച മൂലമന്ത്രമായി. ഓം നമ ശിവായ. ഈ കുട്ടിക്ക് പക്ഷെ ഓം പറഞ്ഞു കൊടുത്തില്ലേ, ചെറിയ കുട്ടിയല്ലേ. ശിവായ നമ, ശിവായ നമ ജപിക്കൂ. സന്തോഷായി. പിന്നെ മാല ചാർത്തൽ മാത്രമല്ല, കുട്ടി ഏകാന്തതയില്, രാജകൊട്ടാര ഒരുപാട് വ്യക്തികളൊക്കെ ഉണ്ട്, പക്ഷെ ഏകാന്തമായ ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട്, നമ്മളൊക്കെ വീട്ടിലെന്താ നാമം അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങിയ ആരെങ്കിലും ഒരാൾ ഇതാണ്ട് ഓണാക്കിയ റീൽസ് കൊണ്ട് സ്വൈരമില്ല അല്ലേ, അതല്ലേ, ഒരു ശാന്തി സമാധാനവും കിട്ടില്ല. അതാണ് ഈ ഗൃഹാന്ത കൂപ എന്ന് പറയുന്നത്. വീട്ടിലെ അന്തരീക്ഷമല്ല. ഇവിടെ നോക്കൂ, ഇത്രയും വ്യക്തികളുണ്ട്. ആ പിൻ ഡ്രോപ്പ് സൈലൻസിൽ ഇരുന്ന് ഈശ്വര കഥകൾ അങ്ങനെ കേൾക്കുക. കുട്ടി ഏകാന്തതയിൽ പോയിരുന്നിട്ട് അങ്ങനെ നമഃശിവായ, ശിവായ നമ, ശിവായ നമ ജപിച്ചു. ഇങ്ങനെ കുറെ കാലം ജപിച്ചപ്പോൾ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്, സന്തോഷായി. എന്താ ചെയ്യുന്നതെന്നറിയോ? വേഗം പ്രത്യക്ഷപ്പെട്ടു. എന്താ മോളെ വരം വേണ്ടേ? എന്തേ വേണ്ടു? എനിക്ക് എൻ്റെ സർവ്വ പാപങ്ങളും അകന്ന് പുണ്യവതിയായി മാറണം. നമ്മളൊക്കെ എന്തൊക്കെ ചോദിക്കൂലേ ഭഗവാനോട് കണ്ട? ഇത് മാത്രമേ ചോദിച്ചു. എന്താണോ ആഗ്രഹിച്ച് അത് മാത്രം ചോദിച്ചു. അങ്ങനെ അനുഗ്രഹവും കിട്ടി. പക്ഷെ ഇത് നിർത്തിയില്ല. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ശിവപഞ്ചാക്ഷരി മന്ത്രം അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു മനഃശാന്തിയോടുകൂടി. നാമജപം ഉണ്ടോ നമുക്ക് മനഃശാന്തി ഉണ്ടാവും. അവസാനം എന്താ പറയാ? 3 ശാന്തിയിലെ ആദിദൈവികം ഭൗതികം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ കുട്ടി വലുതായി 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 യുവതിയായി മാറി. യുവതിയായ അച്ഛൻ എന്ത് ചെയ്യും? പണ്ട് രാജാക്കന്മാരല്ലേ, മന്ത്രിയെ വിളിച്ചു, മകൾക്ക് അനുയോജ്യനായ വരനെ കണ്ടെത്തണം. മന്ത്രി അന്വേഷിച്ചു. അപ്പൊ മധുര, ഇപ്പോഴത്തെ മധുര ആയിരിക്കാം, മധുര രാജ്യത്ത് ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നല്ല സുന്ദരനാണ്, അത് മാത്രമേ അവർ നോക്കിയുള്ളൂ എന്നുള്ളതാണ് അവരെ തെറ്റ്. സുന്ദരനായ ഒരു രാജാവ്, ഇവൾക്ക് എല്ലാം കൊണ്ടും അനുയോജ്യനാണ്. മന്ത്രി ഇവിടെ വന്ന് അറിയിച്ചു. ദാശാർഹൻ എന്നാണ് പേര്. അങ്ങനെ ഈ ദാശാർഹൻ എന്ന രാജാവിനെ ഇവർ ക്ഷണിച്ചു, വിളംബരമൊക്കെ കൊടുത്തു. ഇങ്ങനെ കല്യാണവും കഴിച്ചു വിട്ടു. മധുരയ്ക്ക് പറഞ്ഞയച്ചു. മധുരയിൽ ചെന്നു. പിന്നെന്താ, അന്നത്തെ ദിവസം ആദ്യ ദിവസമല്ലേ, ഇദ്ദേഹം മണിയറയിൽ വന്നു. സംസാരമൊക്കെ കഴിഞ്ഞ് തൊടാൻ കൈ ഉയർത്തിയതും വല്ല ഷോക്കടിച്ചതുപോലെ അദ്ദേഹം പിറകിലേക്ക് വരിക. ഭയം കൊണ്ട് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി ശരീരം. കലാവതിക്കും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചേന്ന്. പേടിച്ചു ആദ്യം. എന്താണാവോ ഇത്? ആദ്യത്തെ ദിവസമല്ലേ. ഇദ്ദേഹം ഇങ്ങനെ രണ്ടാമതും കൈ ഇവളെ തൊടാൻ തുടങ്ങിയപ്പോൾ ഷോക്കടിച്ചതുപോലെ ഇങ്ങോട്ട് പിറകിലേക്ക് തന്നെ വന്നു. വിറയ്ക്കുന്നുണ്ട് ശരീരം. ഭയവിഹ്വലനായി പോയി അദ്ദേഹം. അപ്പൊ കലാവതി മഹാദേവനെ ധ്യാനിച്ചു. ജ്ഞാനത്തിലൂടെ മനസ്സിലായി മഹാദേവൻ ബുദ്ധിയായിട്ട്, ഇപ്പൊ വീട്ടിൽ നിന്ന് പലതും നോക്കും, പക്ഷെ ഇവിടെ വന്നിരുന്ന അതൊക്കെ ഒന്നല്ല വരിക, വേറെ പലതും വരും. അത് ഇവിടെ ആദ്യത്തെ ധ്യാന ശ്ലോകം കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു, ഇപ്പൊ പറയാം, ഇപ്പത്തെ ഭാഷ പറഞ്ഞ ഒരു വൈഫൈ കണക്ഷനാ. മഹാദേവൻ അങ്ങനെ മേധാസൂക്തം എന്ന് പറയും വേദത്തിലെ. മേധയായി ബുദ്ധിയായി ശ്രീപാർവതി വന്ന് നമുക്ക് പറഞ്ഞു തരും, ഇത് കൊടുക്കൂ ഇത് കൊടുക്കൂ എന്ന്. നിങ്ങളുടെ ഭാഗ്യം പോലെ അത് പിന്നെ വരിക. ഇവിടെ ജ്ഞാനം കൊണ്ട് മഹാദേവൻ പറഞ്ഞു കൊടുത്തു. എന്താ? ഇവൻ പാപിയാണ്,
കല്യാണത്തിന് ഒരുപാട് പേര് കൂടിയിരുന്നു അത്രേ. കുറച്ച് പേരൊക്കെ നല്ല സുന്ദരനാ സന്തോഷിച്ചു. അത് പുറമെ അഴകിട്ട് വെച്ചാൽ അരിയാവില്ല, ചോറാവില്ല, അരിയിട്ട് വെക്കണം എന്ന് പറയില്ലേ, അതന്നെയാ. മറ്റു ചിലർക്കൊക്കെ ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയായിരുന്നു. കഷ്ടം, ആ കുട്ടിയുടെ ഒരു വിധി നോക്കൂ, പുണ്യവതിയായ കലാവതിക്ക് ചേർന്ന പുരുഷനല്ല എന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പോ വിധി അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണം കഴിച്ചു പോയി. ഇവിടെ ഈ കലാവതിയുടെ ഭർത്താവ് ഇങ്ങനെ നിൽക്കുമ്പോൾ പറയാണ്, മനസ്സിലാവുകയാണ് കലാവതിക്ക്. അപ്പോൾ ഈ രാജാവ് ചോദിക്കുകയാണ്, എന്താണ് നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എനിക്ക് എന്താ പറ്റിയത്? അപ്പോൾ സമാധാനപരമായിട്ട് കലാവതി എന്ന ഭാര്യ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അപ്പോ ഇദ്ദേഹം ലജ്ജിച്ച് തല താഴ്ത്തി നിന്നു. അപ്പോ ഒരു ഉത്തമ പത്നി എന്ന നിലയ്ക്ക് അതാണ് ആധ്യാത്മികതയുടെ മഹത്വം. സമാധാനപരമായിട്ട്, നമ്മൾ കുട്ടികളാണെങ്കിൽ അപ്പ പോരൂലേ, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞിട്ട്, ഇപ്പോഴത്തെ ജനറേഷനാണെങ്കിൽ പറയും വേണ്ട, സമാധാനപരമായിട്ട് ആ സ്ത്രീ ഉപദേശിക്കുകയാണ്, അങ്ങ് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണതഫലം അങ്ങ് അനുഭവിക്കുകയാണ്. കാരണം ഞാന് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് പുണ്യവതിയായി മാറിയ സ്ത്രീയാണ്. എന്നെ തൊടാൻ ഒരിക്കലും പാപിയായ നിങ്ങൾക്ക് കഴിയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട തത്വം, പുണ്യത്തിനോട് ചേർന്ന് നിൽക്കാൻ ഒരിക്കലും പാപത്തിന് കഴിയില്ല. അത്രയും മനസ്സിലാക്കണ്ടുള്ളൂ. ആര് പുണ്യവാന്മാരോട് കൂടെ ഒരിക്കലും പാപികൾ ചേരില്ലല്ലോ. അവർക്ക് എന്താ ആഘോഷം, വേഗം വീട്ടിൽ പോകണം, ഇവിടെ വന്നൊന്ന് തൊഴുതൂന്ന് വരുത്തണം, അവിടെ പോയിട്ട് പിന്നെ ഈ ചെയ്ത തന്നെ മുറ കഴുകിയ തന്നെ കഴുകുക, അവനെന്ത് ചെയ്യും, വെച്ച തന്നെ വെക്കുക, അതേ റിപ്പീറ്റേഷൻ, എന്നാലും മതിയാവില്ല. ഇത്തിരി ഒരു ആശ്വാസം, ഒരു റിലീഫ് അല്ലേ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ. അതിന് തന്നെയാണ് ക്ഷേത്രാരാധന വെച്ചതും. പറഞ്ഞു കൊടുത്തു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്, പ്രായശ്ചിത്തം ചെയ്താൽ മതി, അങ്ങ് എന്ത് പാപ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം തല ഉയർത്തിയിട്ട് പറയാണ്, ഞാൻ രാജാവായിരുന്നു എന്നുള്ള അഹങ്കാരം നിമിത്തം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പ്രജകൾക്ക് ക്ഷേമം വരുന്ന തരത്തിൽ ഞാൻ രാജ്യം ഭരിച്ചില്ല, അവർക്ക് സന്തോഷം വരുന്ന തരത്തിൽ ഭരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ മന്ത്രിമാരൊക്കെ ചെയ്യുമ്പോൾ തന്നെ റോഡിന്റെ ഒക്കെ സ്ഥിതി എന്താ, ഇപ്പൊ ഈ മാർച്ചിൽ വന്നൊക്കെ കുറെ ശരിയാവും. അങ്ങനെ പറഞ്ഞ് സമ്മതിച്ചു, തെറ്റ് സമ്മതിച്ചു. വിഷമിക്കണ്ട, നമുക്ക് നാളെ രാവിലെ തന്നെ ഒരാശ്രമം ഉണ്ടല്ലോ, ഈ ഉപദേശം കൊടുത്ത മുനി ഗാർഗൻ എന്നാണ് ആ മഹർഷിയുടെ പേര്, ഗാർഗ മുനിയുടെ ആശ്രമത്തിൽ പോകാം. അദ്ദേഹം സമ്മതിച്ചു. രാവിലെ നേരത്തെ പുറപ്പെട്ടു. ആശ്രമത്തിൽ ചെന്നപ്പോൾ ആശ്രമത്തിന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴന്നെ ഉള്ളിൽ നിന്നും എന്താ, ശിവപഞ്ചാക്ഷരി മന്ത്രം, ഓം നമ ശിവായ എന്ന മന്ത്രം ഇങ്ങനെ കേൾക്കുക. അപ്പൊ തന്നെ പറഞ്ഞു, ആ മഹർഷി അവിടെ ഉണ്ട്, കേട്ടുവോ, പഞ്ചാക്ഷരിയാണ് ആ ജപിക്കുന്നത്. ഇദ്ദേഹത്തിന് അതൊന്നും അറിയില്ല. ആ പഞ്ചാക്ഷരി ഇതാണോ? അതെ, നമുക്ക് ചിലർ പറയും ശിവപഞ്ചാക്ഷരി മന്ത്രം എന്താ. അങ്ങനെ അകത്ത് കയറി മാമുനീശ്വരനെ തൊഴുത് നമസ്കരിച്ചു. ഭർത്താവിനോട് കൂടി ഇവൾ യുവതിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ മാമുനീശ്വരന് സന്തോഷമായി, എത്ര കാലമായി കണ്ടിട്ട്. പക്ഷേ അവർക്ക് നമ്മളുടെ മനസ്സ് വായിക്കാൻ അറിയും. കുറേ പ്രശ്നങ്ങളും ടെൻഷനും ആയി ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരാൾ കണ്ടാൽ ചോദിക്കും, എന്താ ടീച്ചറെ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കും. അതുപോലെ ആ മാമുനീശ്വരൻ പറയാ, കണ്ടതിൽ സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷെ ഉള്ളിൽ എന്തോ ഒരു ദുഃഖവുമായിട്ടാണല്ലോ നിൽക്കുന്നേ. അത് കേട്ടതും ഇദ്ദേഹം അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. ഈ രാജാവ്, മധുരയിലെ രാജാവ് ദാശാർഹൻ പൊട്ടിക്കരഞ്ഞിട്ട് മാമുനീശ്വരന്റെ കാൽകളിൽ അങ്ങോട്ട് വീണിട്ട് മാപ്പപേക്ഷിക്കുക, പശ്ചാത്തപിക്കുകയാണ്. പ്രായശ്ചിത്തം പശ്ചാത്താപാണ് എന്ന് ഗ്രന്ഥങ്ങൾ പറയാം. ഇവിടെ പറഞ്ഞു, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു യോഗീശ്വര, എനിക്ക് ഇപ്പോ പുണ്യവതിയായ എൻ്റെ ഭാര്യയെ തൊടാൻ പറ്റുന്നില്ല എന്ന്, അതുകൊണ്ട് ഇനി എന്ത് പ്രായശ്ചിത്തം വേണേലും ഞാൻ ചെയ്യാം. പറഞ്ഞു, കുറച്ച് ദിവസം ഇവിടെ താമസിക്കൂ. എന്ത് ചെയ്യണം? ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കാന്ന് മാത്രമല്ല, കുറച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഈ ദോഷം തീരാന്. അത്ര ദിവസം ഇവിടെ താമസിച്ചിട്ട് ആശ്രമത്തിൽ ജീവിക്കുന്നത് പോലെ രാജാവല്ലേ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് രണ്ടുപേരും കുറച്ച് ദിവസം അവിടെ താമസിച്ചു. പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ഇത്ര സംഖ്യാന്നുണ്ട്. ഒരു കാര്യം സങ്കല്പം വെച്ച് മഹാദേവനോട് പ്രാർത്ഥിച്ചാല് അത് ആ സംഖ്യ എത്ര ദിവസമാണോ എത്ര തവണയാണോ പ്രാർത്ഥിച്ചത് എത്ര തവണ നമ്മളത് ചെയ്യണം. അതിന് മുടക്കം പറ്റരുത്. ഒരേ സമയത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത്. സാധാരണക്കാർക്കുള്ള ഉപദേശമാണത്. ഗീതയിലെ ഒരു അധ്യായം ചെറുതായിക്കോട്ടെ, 20 ശ്ലോകങ്ങളിലെ 15-ാം അധ്യായം പുരുഷോത്തമ യോഗം. ഒരാഗ്രഹമുണ്ട്, ശരി, എന്നും രാത്രി 7 മണിക്ക് ഊർധ്വമൂലമതശാഗമശുദ്ധം രാഹുരവ്യയം അങ്ങോട്ട് തുടങ്ങി 20 ശ്ലോകം ഭഗവാനെ സമർപ്പിച്ചു. അങ്ങനെ 21 ദിവസം സമർപ്പിച്ചു നോക്കൂ, നിങ്ങളാഗ്രഹം സാധിക്കും. അത് ഗീതാ ശ്ലോകത്തിന്റെ പവറാ. ഇവിടെ ശിവപഞ്ചാക്ഷരി മന്ത്രം അതിലും വലുതാ. അങ്ങനെ കുറെ കാലം, ഒരു 6 മാസത്തിലധികം അവിടെ നിന്നു. അവര് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു. നാണുമാനൊക്കെ മാറി. അദ്ദേഹത്തിന് ആദ്യം ജപിക്കാൻ പറയുമ്പോൾ
എന്താ രാമായണം പറയണേ? നാണമാകുന്നു തഥാ ദിനെന്താവതി. ഇപ്പോൾ ഇവിടെ നാണൊക്കെ മാറി അദ്ദേഹം അസലൊരു ഭക്തനായി മാറി. ഒരു ദിവസം മാമുനീശ്വരൻ വിളിക്കുക, ഗാർഗ മഹർഷി വിളിച്ചിട്ട് പറയാണ്, രാജാവേ, അങ്ങയുടെ ദോഷങ്ങളെല്ലാം തീർന്നിരിക്കുന്നു, എല്ലാ പൂജകളും പൂർത്തിയായി, ഞാൻ ഉദ്ദേശിച്ച അത്ര ശിവപഞ്ചാക്ഷരി നിങ്ങൾ ഉരുവിട്ടു, ഇനി പാപങ്ങളൊക്കെ തീർന്നു, നിങ്ങൾക്ക് തിരിച്ചു പോവാം. പക്ഷെ പോകുന്ന വഴിക്ക് കാശിയല്ലേ, അവിടെയുള്ള ഉത്തമമായ നദി കാളിന്തി, കാളിന്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യമുന, കാളിന്തിയിൽ ഒന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ കാളിന്തിയിൽ കുളിക്കാം. കലാവതി സമ്മതിച്ചു. നന്ദിയൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് അവർ രണ്ടുപേരും യാത്രയാവുകയാണ്. പോണ വഴിക്ക് കാളിന്തിയിൽ എത്തിയപ്പോൾ പറയാണ് കലാവതി, നന്നായി ശിവഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാളിന്തിയിൽ ഇറങ്ങി മുങ്ങൂ. കാളിന്തിയിൽ ഇറങ്ങി അദ്ദേഹം അങ്ങോട്ട് മുങ്ങി നിവർന്നപ്പോ അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം, ഒരു സുഖം ശരീരത്തിന്. ഇത് ഇവളുടെ അടുത്ത് പറയാ, എന്തൊരു സുഖം, വല്ലാത്തൊരു സന്തോഷം, ശരീരത്തിൽ നിന്ന് ഒരു ഭാരം പോയ പോലെ തോന്നുന്നു. വീണ്ടും മുങ്ങി, 3 തവണ മുങ്ങി മൂന്നാമത് എഴുന്നേറ്റ സമയത്ത് ശരീരത്തിൽ നിന്നും കറുത്ത പക്ഷികൾ പറന്നു പോകുന്നത് കലാവതി കണ്ടു. അത് കാണിച്ചു കൊടുക്കുക, നോക്കൂ, കാക്കകളാണത്രേ. കറുത്ത പക്ഷികൾ പറന്ന് ഒരുപാട് കറുത്ത പക്ഷികൾ പോയി. ഇപ്പൊ പറയാണ് കലാവതി, ഇതേ ഈ പോയത് നിങ്ങളുടെ ശരീരത്തിലുള്ള പാപങ്ങളാ. കാളിന്തിയിൽ യമുനയിൽ മുങ്ങിയപ്പോൾ അതെല്ലാം തീർന്നു. നമ്മളിപ്പോൾ പോയിട്ട് ത്രിവേണി സംഗമത്തിലൊക്കെ മുങ്ങുന്നില്ലേ, സകല പാപങ്ങളും തീർത്ത് പോരുന്നില്ലേ. പണ്ടൊക്കെ കാശിക്ക് പോയാൽ പിന്നെ ഇങ്ങോട്ട് വരരുത് എന്നാ പറയാ. കാശിയിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ മരിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു നോക്കൂ. 21 ദിവസം നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടിയാൽ പിന്നെ 21 ദിവസത്തിലേ നമ്മൾ ജീവിക്കുള്ളൂ. അവിടെ നമ്മളെ 21 ദിവസം താമസിപ്പിക്കും. നമ്മൾ മരിച്ചാൽ അവിടെ ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ ചെത മഹാദേവനോടുകൂടി ആ ചെത കത്തിക്കഴിഞ്ഞാൽ ആ ഭസ്മത്തുനിന്ന് ഒരു തുടം എടുത്ത് കാശിയിലെ ആ ലിംഗത്തിലെ ശിവലിംഗത്തിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്ത ശിവനോട് ചേർന്നു ഭസ്മാന്തം ശരീരം. ഇനി ഇവിടെ ഇവർ കുളിച്ചു നിവർന്നു കയറി അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്തു, അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. സുഖമായി, ആദ്യം ഭരിച്ച പോലെയല്ലാതെ സുഖമായി അവർ രാജ്യം ഭരിച്ചു. ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തണം? നമ്മൾ ഈ ഭൗതികത മാത്രം അവിടെ വന്നിട്ട് എന്താ ചോദിക്കുക, അല്ലെ എനിക്കും എൻ്റെ കുട്ടികൾക്കും കെട്ടികൾക്കും ഒക്കെ സുഖാവണേന്നല്ലേ? ഒന്നും ചോദിക്കേണ്ട അത്രേ. ഭഗവാൻ സർവന്തര്യാമിയാണ്. ആ തിരുനടയിൽ അങ്ങോട്ട് വന്ന് നിന്നിട്ട് ആദ്യം കണ്ണ് തുറന്ന് ആ വലിയ ശിവലിംഗത്തിന്, ശിവലിംഗം എന്താണെന്നറിയോ? 3 ഉണ്ടെന്നാ പറയാ. ബ്രഹ്മപീഠം, വിഷ്ണുപീഠം, ശിവപീഠം, ഇങ്ങനെ 3ആയിട്ടാ നിൽക്കണേ. ത്രിമൂർത്തികളും അതിലുണ്ട്. അങ്ങനെ തൊഴുത് എന്താ പ്രാർത്ഥിക്കുക? ഹര ഹര മഹാദേവ, ഹര ഹര ശിവശങ്കര, ശംഭോ ശിവശങ്കര, പന്നക വിഭൂഷണ, അർദ്ധനാരീശ്വര, കൈലാസവാസ, ത്രിനയന, ചന്ദ്രചൂഡ, ഹേ ശ്രീ പരമേശ്വര. നമസ്കാരം. ശ്രീ പരമേശ്വര, ഈശ്വരൻ, മഹേശ്വരൻ, പരമേശ്വരൻ എന്ന പേര് മഹാദേവന്റെ മന്ത്രത്തിൽ നാമത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തൊഴുത് പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ യജുർവേദത്തിൽ പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന ആ ഉയർന്ന ഭാവത്തിലേക്ക് ഞാനും നീയും ഒന്നാകുന്നു. ഇവിടെ ഇരിക്കുന്നേന്നാ സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞേ? ഈ ശരീരം ചലിക്കുന്ന ഒരു ക്ഷേത്രമാണ്. ശരീരത്തിനുള്ളിൽ തന്നെ ആത്മാവായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ പോണേ? ശരീരം അവിടെ കിടക്കുന്നില്ലേ? ജനിച്ചു വന്നപ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്നു, 2 കിലോ തികച്ചില്ല. മരിക്കുമ്പോൾ 60 കിലോ ഇല്ലേ? എവിടുന്നാ ഇത് ഇത്രയും വലുതായത്? വന്നപ്പോൾ കൊണ്ടുവന്നതാണോ? നമ്മൾ കഴിച്ച പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരം. ഏതൊക്കെയാ പഞ്ചഭൂതങ്ങൾ? ഒരുപാട് വെള്ളം കുടിച്ചൂല്ലേ? ജലം. ഒരുപാട് ഭക്ഷണം കഴിച്ചു. ഭൂമി, മണ്ണെണ്ണ. ഈ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കിത് പച്ചക്കറിയായി, പക്ഷെ അത് എവിടുന്നാ ഉണ്ടാവണേ? മണ്ണെണ്ണ കഴിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ വന്ന ശരീരം 2 കിലോ ഉണ്ടായിരുന്നു. അതന്നെ അച്ഛനും അമ്മയും കഴിച്ച ഭക്ഷണം. വന്നപ്പോൾ എന്തേ കൊണ്ടുവന്നുള്ളൂ? ആത്മാവിനെ കൊണ്ടുവന്നു. ഈ ആത്മാവിനെ എന്ത് ചെയ്യണം? വന്ന ആ പരമാത്മാവിലേക്ക്, ആരാണോ നമുക്ക് മനുഷ്യനായി ഇങ്ങനെ ഒരു ജന്മം തന്നത്, കാരണം മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാണ് മനുഷ്യൻ. അതാ മുത്തശ്ശി പറയണത്, ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി തിന്നാലും വേണ്ടിയില്ല മനുഷ്യജന്മം കിട്ടാന് പുണ്യം ചെയ്യണം. സുഹൃതികളാണ്. ഉപനിഷത്ത് എന്താ പറയുന്നതെന്നോ? മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, ഇങ്ങനെ മനുഷ്യ ശരീരം കിട്ടിയിട്ട് നിങ്ങളത് നശിപ്പിച്ച് കളയരുത്. എത്ര കാലമായി ജനിച്ചു വന്നിട്ട് ജീവിക്കണു? എന്തേ ഇപ്പം നേടിയത്? കുറെ കാലം പഠിച്ചൂല്ലേ? കുറെ കാലം പഠിച്ചു. ഇത് 4 ആശ്രമങ്ങളാ. ആശ്രമം ചെയ്യണം. നമ്മൾ ആശ്രമങ്ങൾ അറിഞ്ഞു ജീവിക്കുക. എങ്ങനെ വേണം? നമ്മൾ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു? ഏത് പ്രഭാഷണം കേട്ടാലും അതിൽ നിന്നും മനസ്സിലാക്കേണ്ട തത്വം അതാണ്. എന്തിനു ഭൂമിയിലേക്ക് വന്നു? ചെറുപ്പത്തിലേ കുട്ടി ചോദിക്കലോ, അപ്പോഴൊന്നും ഒരു അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഈശ്വര സാക്ഷാത്കാരം,
ആത്മസാക്ഷാത്കാരം. രമണ മഹർഷി എന്താ പറഞ്ഞത്? ആത്മദർശനം ഈശദർശനം. ആത്മാവിനെ കാണുന്നത് തന്നെയാണ് ഈശ്വരനെ കാണൽ. ആത്മാവിനെ അറിഞ്ഞ് ആരാധിക്കുക. സന്ധ്യാവന്ദനം ചെയ്യുമ്പോ ആദിത്യദേവനോടൊരു പ്രാർത്ഥനയുണ്ട്. അതായത് ഞാൻ ബ്രഹ്മമാകുന്നു ഭഗവാനെ, അങ്ങും ബ്രഹ്മമാകുന്നു. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ അങ്ങോട്ട് ഉയരണമെങ്കിൽ എങ്ങനെ പോകണം? ഇങ്ങനെയുള്ള ക്ഷേത്ര സങ്കേതങ്ങളിൽ വരണം. എന്തിനാ ക്ഷേത്രം ഉണ്ടാക്കിയത്? ക്ഷേത്ര ആരാധനയിലൂടെ നമുക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. അതുകൊണ്ട് ഇന്ന് ഇവിടെ കണ്ടതിനേക്കാൾ വലിയ ഇവ എത്ര മാതൃസമിതിക്കാരുണ്ടെന്ന് അറിയില്ല. മാതൃസമിതി ഉണ്ടാക്കുക, ഒരു ചിട്ടയായിട്ട് ഒരു കലണ്ടർ നമ്മൾ ഉണ്ടാക്കില്ലേ, 2 മാസം മുമ്പ് തന്നെ തീരുമാനിക്കുക. തിരുവാതിര വരുന്നുണ്ട്, എല്ലാം ആത്മീയമായ പരിപാടികൾ കുറച്ച് ഉൾപ്പെടുത്തുക. എന്താ ആത്മീയമായ പരിപാടി? ഇതിന് ആചാര്യന്മാരെന്നെ വേണമെന്നൊന്നുമില്ല. ആചാര്യനെ വരുത്തി കഴിഞ്ഞാൽ അവര് വരാൻ കാത്തിരിക്കുകയൊക്കെ വേണ്ടേ? ഇതൊന്നും വേണ്ട. അതിലിത്തിരി ഇവിടെ നമ്മുടെ ടീച്ചറൊക്കെ ഉന്നത കുലജാതാന്നല്ലേ പണ്ടുള്ളവർ. ഇപ്പൊക്കെ എല്ലാവരും ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ എന്നും കുളിച്ച് ഇറങ്ങി കൊടുത്ത് തൊഴുന്നു പറഞ്ഞു. അപ്പോ അത് അത്ര എത്തിയിട്ട് തന്നെയാ ചെയ്യുന്നത്. സ്കൂളിൽ നിന്ന് കണ്ടപ്പോ അതിലുള്ള ഒരു സന്തോഷം. കാരണം നമ്മളെ മുന്നിൽ നിന്നിട്ട് ഒരു ദിവസമെങ്കിലും ആചാര്യനായി ഗുരുവായി നിന്നിട്ട്, ടീച്ചറും ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട്, പഠിപ്പിച്ച ആ ഒരു മഹത് വ്യക്തിയുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ 1 മണിക്കൂർ അങ്ങോട്ട് ക്ലാസ് എടുക്കാൻ കഴിയാച്ച അതിലും വലിയൊരു സന്തോഷം നാം മിക്കാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാലേ അതിന് നമുക്ക് സാധിക്കൂ. അപ്പോ ഒരുപാട് ആത്മജ്ഞാനമുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം അഷ്ടോത്തരത്തിൽ തുടങ്ങുക. ശിവന്റെ അഷ്ടോത്തരം 108 പൂക്കളെ വേണ്ടൂ. 10-15 മിനിറ്റോടെ അർച്ചന കഴിയും. കൈ കിട്ടിയത് അർച്ചന ചെയ്യാനാ. പിന്നെ ലളിതാ സഹസ്രനാമൊക്കെ ആയിട്ട്, പിന്നെ മഹാദേവന്റെ കരുണയെ കുറിച്ച് നാരായണീയത്തില് ഒരു ശ്ലോകമുണ്ട്. ഉഷച്ചേച്ചിക്ക് വേണ്ടിയിട്ട് നാരായണീയം പറഞ്ഞങ്ങോട്ട് സമർപ്പിക്കാം. കാരണം 28ാമത്തെ ദശകം എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മഹാദേവൻ കരുണാമയനാണ്. ഇവിടെ വന്ന് കുറേ തൊഴുത് ലൗകികത ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാനെ എനിക്ക് ഇത്തിരി ഭക്തി തരണേ എന്ന് ചോദിക്കാൻ തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഭക്തി തോന്നിയിട്ടല്ലേ ഇപ്പം നിങ്ങൾ നാരായണീയം പഠിപ്പിക്കുക. അതിലും വലിയ ഒരു മഹത് സേവനം ഈ ലോകത്തില്ലാന്നാ. എന്താ 28ാമത്തെ ദശകം എത്തുമ്പോ ആദ്യത്തെ ശ്ലോകം, ഗരളം തരളാനലം പുരസ്താൽ ജലദേരുദ്ധി ജകാള കാളകൂടം അമരസ്തുതിവാദമോദ നിഗ്നോ ഗിരിശസ്തന്നിബഭൗ ഭവത്പ്രിയാർത്ഥം. തുടിച്ചില്ലേ? അതാണ് പഠിച്ചവർക്ക് അത് കേൾക്കുമ്പോഴത്തെ. അതെ എന്താ പറയുന്നതെന്നറിയോ? ഈ കാളകൂട വിഷം കടലിനുള്ളിൽ നിന്ന് പാലാഴി ഇങ്ങനെ കടയാ. പ്രഭാഷണത്തിൽ ആദ്യം വന്നിരിക്കുമ്പോൾ നമ്മളെ ഉള്ളിൽ തന്നെയാണ് ഈ പാലാഴി കടയുന്നത്. ആദ്യം പൊന്തി വരിക കാളകൂട. എന്തിനാ ഇവിടെ ഇരിക്കുന്ന? കറണ്ടും പോയി, ടീച്ചർ എന്തോ ശരിയല്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഫുൾ നെഗറ്റീവ് ആവും അവര്. ഞാനെന്താ ചിന്തിക്കാറിയോ? ഇവിടെ എന്തൊക്കെയോ ദുരിതങ്ങൾ തീരാനുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. അതാണ് 2 ചിന്തകള്. ഇവിടെ മഹാദേവൻ പാലാഴി ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ആദ്യത്തിന് മന്ദരം പോയി, പിന്നെ ഒക്കെ പൊന്തിച്ചു കൊണ്ടുവന്ന് കുർമാവതാരമൊക്കെ കഴിഞ്ഞ് ഇതേ കടയാൻ തുടങ്ങിയപ്പോ ആദ്യം പൊന്തി വന്നത് കാളകൂട വിഷ. അഗ്നികളൊക്കെ ജ്വലിക്കുന്ന ആ കാളകൂടം ഇങ്ങോട്ട് പൊങ്ങി വന്നപ്പോഴേ എല്ലാവർക്കും പേടിയായി. ഇത് ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ സർവ്വതും നശിക്കും. ഇപ്പൊ ബോംബ് പൊട്ടിയാൽ ഇന്ത്യ പോലും പോകുന്നു പേടിച്ചിരിക്കുന്നില്ലേ പലരും? അത്രയും വലുതുണ്ട് അത്ര ഇറാന്റെ കയ്യില്. പിന്നെ കൃഷി പോലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇത് എന്താ ഇനിയിപ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അന്നത്തെ ഏറ്റവും വലിയ ആറ്റം ബോംബാ. ആ സമയത്ത് ദേവന്മാർ ആരെ സ്തുതിക്കുകയാണ്? ഹരഹര മഹാദേവ പാർവതീപതയേ നമ. ദേവന്മാർ അങ്ങോട്ട് സ്തുതിച്ചപ്പോ അമരസ്തുതിവാദമോദ നിഗ്നോ ഗിരിശസ്തന്നിബഭൗ ഭവത്പ്രിയാർത്ഥം. ഗിരീശൻ, ആ മഹാദേവൻ അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി, അങ്ങയോടുള്ള പ്രീതിക്ക് വേണ്ടി ആ കാളകൂട വിഷം ഭക്ഷിച്ചു. ആൾക്കാർ പറയും പാർവതി പിടിച്ച് ഞെക്കി. പാർവതി സർവ്വലോക മഹേശ്വരിയാണ്. പാർവതിക്കറിയാം മഹാദേവൻ എന്താ, മഹാദേവന്റെ ശക്തി എന്താന്ന്. ചങ്കിലൊന്നും പിടിച്ച് ഞെക്കിയില്ല. ഭഗവാൻ അറിയാം, നീലകണ്ഠൻ അതവിടെ വെച്ചു. അതുണ്ടായത്. ഇനി അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ ദശകം? അമൃതം കലശേവഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. അവസാനം 2 കൈകളിലും അമൃത കുംഭങ്ങളുമായിട്ട് ആര് വന്നു? വിഷ്ണു ഭഗവാൻ
ഭഗവാൻ വന്നു. ഇപ്പോൾ ഈ പ്രഭാഷണം കേട്ട എല്ലാവർക്കും ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം തീരാൻ അമൃതമായിട്ട് മഹാദേവൻ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞ് സത്സംഗം മഹാദേവന്റെ തൃപ്പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കൂ, സംശയം പറഞ്ഞു തരാം. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരുന്നു, മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വേഗം മുന്നിൽ വന്നിരുന്നു. സാധാരണ കുട്ടികളെ ഈ പരിപാടിക്ക് കാണാൻ കിട്ടാറില്ല. പക്ഷെ ഈ കഥകളൊക്കെ കേട്ട് അതിലെ തത്വങ്ങൾ അറിഞ്ഞ് വളർന്ന ഒരു കുട്ടിയും ഒരിക്കലും അച്ഛനെയും അമ്മയും വൃദ്ധസദനത്തിലാക്കില്ല. തവനൂർ പോയപ്പോൾ നമ്മളെ കൂട്ടരാ കൂടുതലും അവിടെ കൊണ്ടാക്കിയിരിക്കണേ. മറ്റുള്ളവരൊക്കെ അമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്നവരാ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. സംശയമൊക്കെ ഉണ്ടാവും. അതൊക്കെ ബൈ ഫോണിൽ അങ്ങോട്ട് വന്നോട്ടെ, ഞാൻ ഉത്തരം എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് വലിയൊരു യജ്ഞ. ഇതിൻ്റെ പേരാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത്. ഈ യജ്ഞം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം സദാശിവായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരിദാസ് കൃഷ്ണ.